ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്കൊരു എക്സ്റ്റീരിയർ ഡിസൈന് സ്കെച്ചപ്പിൽ നിന്ന് ബ്ലെൻഡറിലേക്ക് ഇമ്പോർട്ട് ചെയ്തിട്ട് എങ്ങനെ കണ്ടിന്യൂ ആയിട്ട് വർക്ക് ചെയ്യാം എന്നുള്ളതാണ് നിങ്ങൾക്ക് ഇന്ന് ഞാൻ പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. പിന്നെ നമ്മുടെ മൈക്രോഫോൺ ഇടയ്ക്ക് വെച്ചൊന്ന് ഓഫായി, അതുകൊണ്ട് ഞാൻ വീണ്ടും വോയിസ് ഓവർ ചെയ്യുന്നുണ്ട്. സോ നിങ്ങളൊന്ന് സഹകരിക്കണം. അപ്പോൾ ഈ വർക്ക് ഒരു റെസിഡൻഷ്യൽ വർക്കാണ്. ഞാനത് ഓൾറെഡി ഇവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ റെസിഡൻഷ്യൽ വർക്ക്. അപ്പോൾ ഇതിൽ നമുക്ക് ഇത് എങ്ങനെ ബ്ലെൻഡറിലേക്ക് കൊണ്ടുപോകാം. ഓക്കെ, നോർമൽ രീതി തന്നെ നിങ്ങൾക്ക് കാണിക്കുന്നത്. എൻ്റെ ഒരു സ്പെഷ്യൽ ആഡ് ഓൺ നിങ്ങൾക്ക് കാണാൻ പറ്റും, ബ്ലെൻഡറിൻ്റെ ഐക്കണായിട്ട്. ഈ മെത്തഡ് അല്ല, ഇത് ഞാൻ പിന്നീട് വേറെ സമയത്ത് പറയാം. ഇത് വർക്ക് ചെയ്യാനൊക്കെ പറ്റും ബ്ലെൻഡറുമായിട്ട്. പക്ഷെ അത് ഈ ആഡ് ഓൺ അങ്ങനെ എല്ലാവർക്കും അവൈലബിലിറ്റി ഇല്ല. സോ ഇതിനെ കുറിച്ചല്ല ഞാനിപ്പോൾ പറഞ്ഞത്. ഇത് ഞാൻ നിങ്ങൾക്ക് പിന്നീട് പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ നിങ്ങളൊരു ബിഗിനർ ലെവലിൽ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് സ്കെച്ചപ്പിൽ നിന്ന് ബ്ലെൻഡറിലേക്ക് ഫയൽ കൊണ്ടുപോകാൻ പറ്റും. ആക്ച്വലി സ്കെച്ചപ്പിൽ നിന്ന് നമ്മളൊന്നും ചെയ്യുന്നില്ല, ബ്ലെൻഡറിൽ നിന്ന് ഡയറക്റ്റ് സ്കെച്ചപ്പ് ഇമ്പോർട്ട് ചെയ്യാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോ സംസാരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ഇത് ഓൾറെഡി നമ്മൾ എൻസ്കേപ്പിന് വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചൊരു സീനാണ്. ശരിയാണല്ലോ, നിങ്ങൾക്ക് കാണാമല്ലോ ഇവിടെ ട്രീസും കാര്യങ്ങളും വെജിറ്റേഷൻസ് ഒക്കെ ഇങ്ങനെ പ്രോക്സി രീതിയിൽ ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ എൻസ്കേപ്പിൽ വരുന്ന പ്രോക്സി മെറ്റീരിയൽസ് ആണ്, മെഷേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഓക്കെ, ഇതൊക്കെ നമുക്ക് ഇവിടെ തന്നെ ഡിലീറ്റ് ചെയ്ത് കളയാം. പിന്നെ മാത്രമല്ല, നമ്മളൊരു കാര്യം ശ്രദ്ധിക്കുക, നമ്മളെ ഈ വേൾഡ് സ്കെച്ചപ്പിന്റെ ഈ വേൾഡിന്റെ സെന്ററിലാണ് ഇപ്പോൾ ഇത് വന്നിട്ടുള്ളത്. ഐ മീൻ നമ്മുടെ ഈ ഒരു വർക്കിംഗ് ഫയൽ വന്നിട്ടുള്ളത് എക്സും വൈ സെഡും ഒക്കെ കോർഡിനേഷൻ വരുന്ന ഏരിയ, വേൾഡ് കോർഡിനേറ്റർ എന്ന് പറയും. അപ്പൊ ഈ ഒരു കോർഡിനേഷൻ വരുന്ന ഏരിയയിലാണ് നമ്മൾ ഈ ഫയൽ മൊത്തം വർക്ക് ചെയ്തിട്ടുള്ളത്. അങ്ങനെ തന്നെ ആയിരിക്കണം. ഒരിക്കലും ഇവിടെയോ അതല്ലെങ്കിൽ എവിടെയോ പോയിട്ട് വർക്ക് ചെയ്തിട്ട് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ഒരിക്കലും നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, 3ds Max യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അതിലേക്ക് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ CAD ആണെങ്കിലും മറ്റുള്ള ഏത് ഫയലായാലും മെയിൻ നമ്മൾ അധികം ഈ ഒരു ഏരിയ സെൻറ്റർ, ഈ ഒരു സെൻറ്റർ ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ആ സോഫ്റ്റ്വെയറിലും നമുക്ക് സെൻറ്ററിൽ തന്നെ നമ്മുടെ ഒബ്ജക്റ്റ് പ്ലേസ് ആവും. അതില്ലെങ്കിൽ നമ്മുടെ വർക്കിംഗ് ഫയലിൽ വളരെ നമ്മൾ സൂം എക്സ്റ്റെൻഡ് ചെയ്ത് നോക്കിയാൽ, ഇപ്പൊ ഞാൻ സൂം എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. സൂം എക്സ്റ്റെൻഡ് എന്നാ നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് ഇവിടെ ഞാൻ എൻ്റെ ടൂൾസിൽ നിന്ന് കാണാൻ പറ്റും. ഇതാണ് സൂം ആണെങ്കിലും നമ്മളെ ഫയൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ നമുക്ക് കാണാൻ പറ്റും, സൂം എക്സ്റ്റെൻഡ് ചെയ്ത് കാണാൻ പറ്റും. അപ്പോൾ അനാവശ്യ കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ ദൂരത്ത് എന്തെങ്കിലും ഫയൽ ഉണ്ടെങ്കിൽ അത് നമുക്ക് സൂം എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. അങ്ങനെ ഉണ്ടെങ്കിൽ അതെല്ലാം റിമൂവ് ചെയ്ത് കളയാം. ഇപ്പൊ എനിക്ക് ഇവിടെ ഈ ഒരു സ്ട്രക്ചർ മാത്രം മെയിനായിട്ട് ആവശ്യമുള്ളൂ. സോ ഇതൊരു അല്പം ലോങ് വീഡിയോ തന്നെ ആവാൻ ചാൻസ് ഉണ്ട്. എനിവേ, നമുക്ക് അനാവശ്യ കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകാം. അപ്പൊ ഇത് എൻസ്കേപ്പിന് വേണ്ടി ചെയ്ത ഒരു ഫയലാണ്. ഞാൻ ഇതിന്റെ കോപ്പി എടുത്തിട്ടാണ് ഈ ഒരു ഫയലിൽ ഇപ്പോൾ അനാവശ്യമായിട്ടുള്ളതൊക്കെ ഡിലീറ്റ് ചെയ്യുന്നത്. ഇതല്ലാതെ നിങ്ങൾക്ക് ടാഗ് ചെയ്തിട്ട് ഹൈഡ് ചെയ്തുകൂടെ എന്ന് നിങ്ങൾ ചിന്തിക്കും. ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് അറിയുമോന്നല്ല, നമുക്ക് ഇത് വേണമെങ്കിൽ ടാഗ് ചെയ്തിട്ട് ഹൈഡ് ചെയ്യാം. ഹൈഡ് ചെയ്തിട്ട് സേവ് ചെയ്തിട്ട് പിന്നെ ബ്ലെൻഡറിലേക്ക് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ അത് വരുമോ ഇല്ലയോ എന്നുള്ളത് ക്വസ്റ്റ്യൻ ആണ്. ഒരു പക്ഷെ ചാൻസ് ഇല്ല. ഞാനത് ട്രൈ ചെയ്യുന്നില്ല. അപ്പൊ എന്തായാലും നമ്മളൊരു നോർമൽ രീതിയിൽ പറയാം. നിങ്ങൾ സ്ട്രക്ചർ മാത്രം ചെയ്തൊരു ഫയലാണെങ്കിൽ പിന്നെ എന്റെ ഫയലിൽ ഇതെല്ലാം ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് അതും കൂടി ഒന്ന് കാണിച്ചു തരാന്നുള്ളൂ. അനാവശ്യമുള്ളതെല്ലാം നമ്മൾ ഡിലീറ്റ് ചെയ്തത് നമ്മുടെ സ്ട്രക്ചർ ഫയൽ വളരെ നീറ്റ് ആക്കി വെക്കുക. അനാവശ്യമുള്ളതെല്ലാം ഡിലീറ്റ് ചെയ്യാം. അപ്പൊ ഞാനത് ഓരോന്ന് ഡിലീറ്റ് ചെയ്യുന്നു. ഇത് ഡിലീറ്റ് ചെയ്തു, ഇതെല്ലാം ഡിലീറ്റ് ചെയ്തു. ഓക്കെ, ഇപ്പൊ നമ്മള് പിന്നെ അതുപോലെ ഈ റെഫറൻസ് പിക്ചർ, ഇത് വേറൊരു ഫയലാണ്, എന്തായാലും അത് ഡിലീറ്റ് ചെയ്തു. നമ്മുടെ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ടുള്ള റെഫറൻസ് പിക്ചർ അല്ല. ഓക്കെ, ഞാനൊന്ന് സേവ് അടിച്ചു. അപ്പൊ നമുക്ക് അനാവശ്യമായുള്ള കുറെ ഫയൽ ഡിലീറ്റ് ആയി പോയിട്ടുണ്ട്. ഒന്ന് സേവ് ചെയ്യാണ്. അത്യാവശ്യം ഹാങ് പോലെ ഫീൽ ആവുന്നുണ്ട് സേവ് ചെയ്യുമ്പോൾ. ഇനി എന്തെങ്കിലും നമ്മൾ കാണാത്ത എന്തെങ്കിലും ഹിഡൻ ആയി കിടക്കുന്നുണ്ടെങ്കിൽ ഹിഡൻ ജിയോമെട്രി എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും. സ്കെച്ചപ്പ് അറിയുന്നവർക്ക് അത് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ ഹിഡൻ ജിയോമെട്രിയിൽ ഇവിടെ നിന്ന് ഹൈഡ് ചെയ്ത് കിടക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ ഒരു ലാൻഡ്സ്കേപ്പ് ഡിലീറ്റ് ചെയ്തു. ഇനി ഹിഡൻ ജിയോമെട്രിയിൽ ഒന്നും ഇല്ല എന്നാണ് വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ വേണമെങ്കിൽ ഒരു ട്രൈ ചെയ്തിട്ട് സൂം എക്സ്റ്റെൻഡ് നോക്കിയേക്കാം. അതിന്റെ ഷിഫ്റ്റ് സെഡ് ക്ലിക്ക് ചെയ്ത്
അപ്പോൾ ഒന്നുമില്ല എന്നുള്ളത് മനസ്സിലായി. അതുപോലെ ഹിഡൻ ജിയോമെട്രി ഉണ്ട്, അത് ഓൺ ആക്കിയിട്ടുണ്ട്. അതിലും നമുക്ക് കാര്യമായിട്ടൊന്നും കാണാനില്ല. സോ ഓൾമോസ്റ്റ് എല്ലാം സേഫ് ആണ്. ഒന്നുകൂടി ഞാൻ സേവ് ചെയ്തിട്ടുണ്ട്. ഒന്നുകൂടി സേവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സേവ് ചെയ്തു. ഇനി നമുക്ക് നമ്മുടെ സീനിലേക്ക് വരാം. സീൻ 2, സീൻ 1 കാര്യമായിട്ട് പ്രശ്നമൊന്നുമില്ല. ഓക്കെ, സീൻ 1 എങ്ങനെ സേവ് ചെയ്യുന്നു, സീൻ അപ്ഡേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇതാണ് നമ്മുടെ സ്ട്രക്ചർ. ഇതേ ഫയൽ നിങ്ങൾ കരുതും ഞാൻ എന്തുകൊണ്ട് സ്കെച്ചപ്പിൽ മോഡൽ ചെയ്തു എന്ന്. ആക്ച്വലി ഇത് മോഡൽ ചെയ്ത് സ്കെച്ചപ്പിലാണെങ്കിലും ഞാനല്ല ചെയ്തത്, മറ്റൊരു സ്കെച്ചപ്പ് അറിയുന്ന ഒരാൾ ചെയ്തതാണ്. എനിവേ ഞാനത് ബ്ലെൻഡറിലേക്ക് കൊണ്ടിട്ട് റെൻഡർ ചെയ്യാനാണ് നിങ്ങൾക്ക് ഇവിടെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നിലവിൽ സ്കെച്ചപ്പ് ചെയ്യുന്ന ആളുകളാണ്, നിങ്ങൾക്ക് ബ്ലെൻഡറിൽ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തഡ് യൂസ് ചെയ്യാം. എനിവേ ഞാനിതിപ്പോ മിനിമൈസ് ചെയ്താൽ മതി. അപ്പൊ ഞാൻ സേവ് ചെയ്ത സാധനം ഒന്ന് മിനിമൈസ് ചെയ്യാണ്. യെസ്, മിനിമൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഞാൻ ഇതേ ഫയൽ മുന്നേ ബ്ലെൻഡറിൽ ചെയ്തിട്ടുണ്ട്. ആ ഒരു ഫയലാണ് ഈ കാണുന്നത്. ഞാനത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇത് ഓൾറെഡി ഞാൻ ബ്ലെൻഡറിൽ ചെയ്ത ഫയലാണ്. അപ്പൊ പക്ഷേ ഇതിൽ അല്പം റിവിഷൻ ഒക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എന്റെ സെക്കൻഡ് സ്ക്രീനിൽ ആയതുകൊണ്ട് ഇത് കാണില്ല. ഞാനത് എന്റെ പ്രൈമറി സ്ക്രീനിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാണ് ആ ഫയല്. ഇത് സോറി, ഇത് എന്റെ ഒരു പോയിന്റ് ആണ്. ഇപ്പൊ ഇത് ബ്ലെൻഡർ ചെയ്ത ഫയലാണ്. പക്ഷെ ഇതാണെങ്കിലും നമുക്ക് കുറെ ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഇപ്പൊ ചെയ്ത സ്ട്രക്ചറും ഇതും തമ്മിൽ ചേഞ്ചസ് ഉണ്ട്. സോ നമ്മൾ ഇതിലല്ല നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ പുതിയ ഫയലാണ്. അതായത് നമ്മൾ സ്കെച്ചപ്പിൽ ചെയ്ത ആ ഒരു ഫയൽ ഉണ്ടല്ലോ, ആ ഒരു മോഡലാണ് നമ്മൾ ബ്ലെൻഡറിലേക്ക് ഓപ്പൺ ചെയ്യാണ്. അപ്പോൾ ബ്ലെൻഡർ ഓപ്പൺ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞ പോലെ ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് ഉണ്ട്. ഇതെന്റെ കസ്റ്റമൈസ്ഡ് എന്ന് പറയാ വ്യൂ പോർട്ട് ആണ്. അപ്പോ ഇത് കണ്ട മോഡലിങ്, പിന്നെ ഇത് റെൻഡർ വ്യൂ പോർട്ട്, ഇത് മോഡലിങ്, ഇത് ഷെയ്ഡ് ഇൻ ഓർഡർ. ഓക്കെ, ഷെയ്ഡ് ഇൻ ഓർഡർ, ഇത് അസെറ്റ് ലൈബ്രറി. ഓക്കെ ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ ഇനി ഇവിടുന്ന് അങ്ങോട്ട് വോയിസ് ഓവർ നൽകുകയാണ്. ഓക്കെ, ഇപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വ്യൂ പോർട്ടിനെ കുറിച്ചിട്ടായിരുന്നു. അപ്പോൾ വ്യൂ പോർട്ടിൽ നമ്മൾ അസെറ്റ് ലൈബ്രറി ഒക്കെ നമ്മൾ സെറ്റ് ചെയ്യും ബ്ലെൻഡറിൽ. നിങ്ങളെ വർക്ക് ഫ്ലോനനുസരിച്ച് നമുക്കിത് ഈസി ആക്കാനാണ് ഇങ്ങനെ ഒരു നമ്മൾ കസ്റ്റമൈസ് ചെയ്യുന്നത്. നമുക്ക് നമ്മുടെ ഒരു പാറ്റേൺ ഉണ്ടെങ്കിൽ വർക്ക് ചെയ്യാൻ ഈസിയാണ്. മാത്രമല്ല എന്തെങ്കിലും റിവിഷൻ വരുമ്പോൾ ഇങ്ങനെ നമുക്ക് റൈറ്റ് സൈഡിൽ ഔട്ട്ലൈനറിൽ കണ്ടില്ലേ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഞാൻ വരുത്തി, അതൊക്കെ നമുക്ക് ഉപകാരപ്പെടും. എനിവേ നമ്മളിങ്ങനെയൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മളിത് ഫയൽ സേവ് ആസ് സ്റ്റാർട്ടപ്പ് ഫയൽ കൊണ്ട് സേവ് ചെയ്യുക ചെയ്യല്. താഴെ ഡിഫോൾട്ടിൽ ഫയലിൽ താഴെ ഡിഫോൾട്ടിൽ വന്നിട്ട് ചെയ്യലാണ്. അപ്പോൾ എന്തായാലും ഈ വീഡിയോയിൽ ഈ ഒരു ഭാഗത്ത് ഞാൻ അല്പം എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. എനിവേ അതൊക്കെ നമുക്കിപ്പോൾ വോയിസ് മിസ്സിങ് ആണ്. പിന്നെ നമ്മൾ ഇതുപോലെ ഈ ഓവർലേ സെറ്റിങ്സിൽ വന്ന് ചിലത് ഓൺ ആക്കാനും ഓഫ് ആക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ ഇതിലിപ്പോൾ ഞാൻ ഫ്ലോറിങ് ഒക്കെ ഓഫ് ചെയ്തിട്ടൊക്കെയായിരുന്നു. അതുകൊണ്ട് ഇവിടെ ഗ്രിഡും കാര്യങ്ങളും നിങ്ങൾക്ക് കാണുന്നുണ്ടാവില്ല. ഞാൻ ടോപ്പ് വ്യൂവിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഗ്രിഡൊക്കെ അവിടെ ഫീൽ ആവും. ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വ്യൂ പോർട്ടിൽ ഗ്രിഡ് ലൈൻസ് ഒന്നും കാണുന്നില്ലല്ലോ. അതുപോലെ പല സംഭവങ്ങളും നമ്മൾ വർക്ക് ഈസി ആക്കാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ കണ്ട ഗ്രിഡ് ലൈൻസ് തിരിച്ചു വന്നു. അപ്പോൾ ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഗ്രിഡ് ലൈൻസ് നമുക്ക് ഈ ഫ്ലോറൊക്കെ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ, ഗ്രിഡൊക്കെ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പോവും. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഓണാക്കാനും ഓഫാക്കാനൊക്കെ സാധിക്കും. മറ്റുള്ള എല്ലാ സോഫ്റ്റ്വെയർസിനൊക്കെ പോലെ തന്നെ ചില കാര്യങ്ങളൊക്കെ എല്ലാം നോർമൽ തന്നെ. പിന്നെ നമുക്ക് എക്സ്പോർട്ട് ചെയ്യണതും ഇമ്പോർട്ട് ചെയ്യണതൊക്കെയാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ ഇമ്പോർട്ട് ചെയ്യാൻ ഇപ്പോൾ ശ്രമിക്കുന്നത്, ഞാനത് മാറി എക്സ്പോർട്ടിലാണ് ഇപ്പോൾ തപ്പിക്കൊണ്ടിരിക്കുന്നത്. ആക്ച്വലി ഇമ്പോർട്ടിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് സ്കെച്ച് ഫയൽ ഇമ്പോർട്ട് ചെയ്യാനുള്ള ആഡ് ഓൺ അവിടെ വരും. ആഡ് ഓൺ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നതും ഇവിടെ ഈ ഒരു വീഡിയോ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഇമ്പോർട്ടിലേക്ക് തിരിച്ചു വന്നു. ഇമ്പോർട്ടിൽ ഇപ്പോൾ സ്കെച്ചപ്പ് ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു പ്ലഗിന് മിസ്സിംഗ് ആണ്. അപ്പോൾ ഞാനെന്ത് ചെയ്യുന്നു, വേറെ പ്രിഫറൻസിൽ പോയിട്ട് എഡിറ്റിൽ പ്രിഫറൻസിൽ പോയിട്ട്
ആഡ് ഓൺ ഇൻസ്റ്റാൾ ചെയ്യാൻ പോവാണ്. ആഡ് ഓൺ. ഓക്കെ, ആഡ് ഓണിൽ വന്നിട്ട് അവിടെ റൈറ്റ് സൈഡിൽ ഒരു കോർണറിൽ ഇൻസ്റ്റാൾ ഫ്രം ഡിസ്ക് എന്നുള്ള സംഭവം വന്നിട്ടില്ലേ, അത് ക്ലിക്ക് ചെയ്യുന്നു. ഇൻസ്റ്റാൾ ഫ്രം ഡിസ്ക് കൊടുക്കുന്നു. ഓക്കെ, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫയൽ മാനേജറിൽ നമുക്ക് ബ്ലെൻഡറിൽ തന്നെ ഒരു ഫയൽ മാനേജർ ഉണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ഫയൽ മാനേജറാണ്, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ അതിൽ നമ്മൾ എവിടെയാണോ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് നമ്മൾ ആഡ് ഓൺസ് അവിടെ വന്നിട്ട് നമ്മൾ ഒന്ന് തിരഞ്ഞ് നോക്കിയാൽ നമുക്ക് ഇഷ്ടംപോലെ ആഡ് ഓൺസ് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കൂടാണ്ട് നമ്മളിപ്പോൾ ലാസ്റ്റ് സ്കെച്ചപ്പ് ഇമ്പോർട്ടർ പറഞ്ഞിട്ടൊരു ആഡ് ഓൺ ഡൗൺലോഡ് ചെയ്തിരുന്നു. അപ്പോൾ അതാണ് ഞാൻ ഇവിടെ സെർച്ച് ചെയ്യണത്. അത് കാണുന്നില്ലെങ്കിൽ എൻ്റെ ഡൗൺലോഡ്സിലുണ്ടാവും. അപ്പോൾ ഞാനത് ഫൈനലി എനിക്ക് തോന്നുന്നു ഞാൻ ഡൗൺലോഡ്സിൽ നിന്നാണ് തോന്നുന്നുണ്ട് കണ്ടെത്തുന്നത്. ഇത് ഞാൻ സെർച്ച് ചെയ്യുന്നുണ്ട് സ്കെച്ചപ്പ്. അപ്പോൾ ഈ സെർച്ചിൽ അത് കാണുന്നില്ല. ഇവിടെ സ്കെച്ച് ഫാബാണ് കാണുന്നത്. അപ്പോൾ ഞാൻ ഡൗൺലോഡ്സിലേക്ക് വന്ന് നോക്കി. ഓക്കെ, അപ്പോൾ ഡൗൺലോഡ്സിൽ ഞാനിപ്പോൾ അടുത്ത് ഡൗൺലോഡ് ചെയ്തതായിരുന്നു. എനിക്ക് തോന്നുന്നത് ഈ വീഡിയോയിൽ അത് ഞാൻ ഡൗൺലോഡ് ചെയ്ത് കാണുന്നില്ല. അപ്പോൾ ഞാൻ നിങ്ങൾക്കും കൂടി കാണാൻ വേണ്ടിയിട്ട് എൻ്റെ ബ്രൗസറിൽ പോയിട്ട് എങ്ങനെ അത് ഡൗൺലോഡ് ചെയ്യാം എന്നുള്ളത് കാണിക്കുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. യെസ്, ഞാൻ എൻ്റെ ബ്രൗസറിലേക്ക് വന്നു. ഇവിടെ ഞാൻ സ്കെച്ചപ്പ് ഇമ്പോർട്ടർ ബ്ലെൻഡർ സ്കെച്ചപ്പ് ഇമ്പോർട്ടർ എന്നാണ് സെർച്ച് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഗിറ്റ് ഹബിൻ്റെ സൈറ്റ് എന്തെങ്കിലും വരും. അപ്പോൾ അതിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടാവും. അത് ബ്ലെൻഡറിൻ്റെ എക്സ്റ്റൻഷൻ്റെ സൈറ്റാണ്. അതിൽ കയറി കഴിഞ്ഞാൽ പക്ഷേ ഈ ഒബ്ജക്റ്റ് കിട്ടുന്നില്ല, ഈ ഒരു ആഡ് ഓൺ കിട്ടുന്നില്ല. സോ ഗിറ്റ് ഹബിൻ്റെ സൈറ്റിൽ ഓൾറെഡി കുറച്ച് മുന്നേ അപ്ലോഡ് ചെയ്ത ഒരു ഫയലുണ്ട്, അത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. അത് 4.1 പക്ഷേ 4.3 4 സപ്പോർട്ടാണ്. എനിവേ ഞാനത് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യുന്നു. ഡൗൺലോഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് നമ്മുടെ ഈ നേരത്തെ കാണിച്ച പോലെ ആഡ് ഓൺസിൽ വന്നിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഞാൻ ഡൗൺലോഡ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഡൗൺലോഡ്സിലേക്ക് തന്നെ ഞാനത് സേവ് ചെയ്യാണ്. സേവ് കൊടുത്തു. ഓക്കെ, ഇനി അങ്ങോട്ട് നമ്മൾ വീണ്ടും അവിടെ പോയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പോവുകയാണ്. ഇൻസ്റ്റാൾ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഫയലിൽ വന്നിട്ട് എഡിറ്റ് പ്രിഫറൻസിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ആഡ് ഓൺസിൻ്റെ സെക്ഷനിൽ വന്നു കഴിഞ്ഞാൽ കോർണറിൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇൻസ്റ്റാൾ കൊടുക്കാം. അതിൽ നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്തത് നമ്മൾ ഡൗൺലോഡ്സിലാണ് ലൊക്കേഷൻ. വീണ്ടും പോയിട്ടത് ഇൻസ്റ്റാൾ എടുക്കുന്നു. അപ്പോൾ നമ്മൾ സ്കെച്ചപ്പ് ഫയൽ എങ്ങനെ ഇമ്പോർട്ട് ചെയ്യാം എന്നുള്ള ആഡ് ഓൺ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി അങ്ങോട്ട് നമുക്ക് ഫയലിൽ വന്നു കഴിഞ്ഞാൽ ഇമ്പോർട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്കത് കാണാൻ കഴിയും. അപ്പോൾ അതിൻ്റെ മുന്നേ നമ്മൾ ഈ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മൾ ആഡ് ഓൺസിൽ വന്നിട്ട് നമ്മൾ ഈ ഒരു ഫയൽ പ്രിഫറൻസ് സേവ് ചെയ്യണം. സോ ഞാൻ അതാണ് ഇപ്പോൾ ഇവിടെ കാണിച്ചത്. ഈ ഒരു കോർണറിൽ ഒരു സേവ് ഉണ്ട്, ആ സേവ് ക്ലിക്ക് ചെയ്തു. അപ്പോൾ എൻ്റെ സെറ്റിങ്സ് എല്ലാം ഇവിടെ സേവ് ആണ്. ഓക്കെ, ഇനി സേവ് കൊടുത്തിട്ട് ഞാൻ 2 വട്ടം സേവ് ചെയ്തിട്ടുണ്ട്, പ്രശ്നമില്ല. 1 വട്ടം കൊടുത്തിട്ടാണ് ശരിക്കും ചെയ്യേണ്ടുള്ളൂ. നമ്മളൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി 2 എണ്ണം ചെയ്തു. ഇനി ഇമ്പോർട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്കെച്ചപ്പ് ഇമ്പോർട്ട് ചെയ്യാനുള്ള ആഡ് ഓൺ വന്നിട്ടുണ്ട്. ഓക്കെ, അതും മുകളിൽ കാണുന്നതും സ്കെച്ചപ്പ് ഇമ്പോർട്ട് ചെയ്യാനാണ്, പക്ഷേ അത് നിങ്ങൾക്ക് കോമൺലി കിട്ടാത്തൊരു ആഡ് ഓൺ ആണ്. സോ ഞാൻ നിങ്ങൾക്ക് നോർമലി പബ്ലിക്കിൽ കിട്ടുന്ന ഒരു ആഡ് ഓൺ ആണ് ഇപ്പോൾ താഴെ ഉള്ളത്. അത് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അതുവഴിയാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നത്, അല്ല നമ്മൾ നോർമലായിട്ട് ഇമ്പോർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ രണ്ടാമത്തെ ഞാനിപ്പോൾ കാണിച്ച ആഡ് ഓൺ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഇമ്പോർട്ട് കൊടുക്കുക. ഇമ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതെവിടെയാണ് നമ്മൾ ഫയൽ എടുക്കുന്നത് അത് പോയിട്ട് ലൊക്കേറ്റ് ചെയ്തിട്ട് സ്കെച്ചപ്പ് ഫയൽ ഇമ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇതിൽ സീൻ ആസ് ക്യാമറ എന്ന് പറഞ്ഞ സംഭവമുണ്ട്, അത് നമുക്ക് ആവശ്യമില്ല. അത് നമ്മൾ സ്കെച്ചപ്പിൽ നമ്മൾ സീൻ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ക്യാമറ ആയിട്ട് നമ്മൾ ബ്ലെൻഡറിലേക്ക് കൺവേർട്ട് ആവും. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം അങ്ങനെ ചെയ്യുക, ആവശ്യമുണ്ടെങ്കിൽ ടിക്ക് ഇടുക, എന്നിട്ട് ഇമ്പോർട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളതിൽ ലോഡ് ആയിക്കൊണ്ടിരിക്കുന്നുള്ളൂ. എനിക്ക് തോന്നുന്നു എൻ്റെ വീഡിയോ ഒരു അല്പം സ്ലോ ആണ് തോന്നുന്നു, ഞാനൊന്ന് സ്പീഡ് കൂട്ടുന്നുണ്ട്. ഓക്കെ, നമ്മുടെ വീഡിയോ കണ്ടിന്യൂ ചെയ്യാണ്. അപ്പോൾ നമുക്ക് ഈ സ്കെച്ചപ്പ് ഇമ്പോർട്ട് ആയിട്ടുണ്ട്, സ്കെച്ചപ്പ് ഫയൽ ഇമ്പോർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റൈറ്റ് സൈഡിൽ കാണാൻ കഴിയും 2 ഔട്ട്ലൈനറിലും സെയിം ഇൻഫർമേഷൻസ് തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ അതിൽ
നമുക്ക് ആ റൈറ്റ് സൈഡിൽ വരുന്ന ഔട്ട്ലൈനറിൽ നമുക്ക് ഇതിൽ ഫയൽ ഇപ്പോൾ ഒന്നും കാണുന്നില്ലല്ലോ, വ്യൂ പോർട്ടിലൊന്നും കാണുന്നില്ലല്ലോ, പക്ഷേ ഇമ്പോർട്ട് ചെയ്തതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ റൈറ്റ് സൈഡിൽ ക്യാമറയിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, റൈറ്റ് സൈഡിൽ നിങ്ങൾ കണ്ടില്ല, ആ ക്യാമറ ക്ലിക്ക് ചെയ്തു. ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഇവിടെ സ്കെച്ചപ്പ് ഇമ്പോർട്ടൻ്റ് ഒരു ഇതൊക്കെ വരും, കളക്ഷൻ ഓട്ടോമാറ്റിക് ഉണ്ടായിട്ട് വരും. കഴിഞ്ഞ വീഡിയോയിൽ കളക്ഷൻ എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിലെ ക്യാമറ ക്ലിക്ക് ചെയ്തിട്ട് 0 ക്ലിക്ക് ചെയ്തപ്പോൾ നമ്മുടെ വ്യൂവിലേക്ക് വന്നു. പിന്നെ ഈ താഴെ കാണുന്ന ഓരോ ബോൾ പോലത്തെ സംഭവം നമ്മുടെ ലാൻഡ്സ്കേപ്പിൻ്റെ ഇതാണ്, ഫയലാണ്. അത് പ്രോക്സി ആയിട്ടുള്ള ഏതൊരു ബുഷ് എന്നൊട്ടാണ്, അത് നമുക്ക് ആവശ്യമില്ല, ഞാൻ ഡിലീറ്റ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് നമ്മളെ സ്കെച്ചപ്പിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അതേപോലെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്, ഓൾമോസ്റ്റ് എല്ലാ ഐറ്റംസും. ഞാൻ പറയുമ്പോൾ ഒരു 99% എല്ലാം അതുപോലെ കറക്റ്റ് വരാറുണ്ട് സ്കെച്ചപ്പിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ. മാക്സ് ഫയൽ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ഒരു 50-50 ആണ്. ചില സംഭവങ്ങളൊക്കെ ഇടയ്ക്ക് മിസ്സിങ് വരും, അല്ലെങ്കിൽ അതിൻ്റെ ലൊക്കേഷൻ വേറെ ആയിട്ട് പൊസിഷനൊക്കെ മാറി കിടക്കും, റൊട്ടേഷൻ ചിലപ്പോൾ മാറി കിടക്കും. അപ്പോൾ അതൊക്കെ നമ്മൾ വീണ്ടും അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ മാക്സ് ഫയൽ ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ വീഡിയോ നമുക്ക് വേറൊരു വീഡിയോയിൽ പറയാം. എനിവേ ഞാനിവിടെ ഓരോന്ന് കാണിക്കുകയാണ് എന്തൊക്കെ ഇമ്പോർട്ട് ആയിട്ടുണ്ട്. ഓൾമോസ്റ്റ് എല്ലാം ഇമ്പോർട്ട് ആയിട്ടുണ്ട്. പിന്നെ ഈ മോഡൽ ചെയ്തത് ഞാനല്ല, മോഡലിംഗ് ഡിസൈൻ പറഞ്ഞു കൊടുത്തത് ഞാൻ തന്നെയാണെങ്കിലും ഇതിൻ്റെ ഇപ്പോൾ സ്കെച്ചപ്പ് ചെയ്ത് തന്ന ഒരാൾ മറ്റൊരാളാണ്. സോ അതും ഇതിലൊരു ചെറിയ വിഷയമായിട്ട് വരും, നമ്മുടെ മോഡലിങ്ങിൻ്റെ ഒരു സ്റ്റൈൽ ആവുമല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം കാണും. എനിവേ നമുക്ക് ഓരോ മെറ്റീരിയലും വേറെ വേറെ സെലക്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ഓരോ പെർ മെറ്റീരിയലായിട്ട് സെലക്ട് ചെയ്യാം. പിന്നെ പല രീതിയിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും ബ്ലെൻഡറിൽ. അപ്പോൾ അതിൻ്റെ ഒക്കെ ഓരോ കാര്യങ്ങളാണ് ഞാൻ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവുക. പിന്നെ നമ്മൾ ഔട്ട്ലൈനറിൽ വന്നിട്ട് നമുക്ക് വേണ്ട രീതിക്ക് റൂഫ് വേറെ, വിൻഡോസ് വേറെ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വേറെ വേറെ കാറ്റഗറി ആയിട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇടയ്ക്ക് വേണമെങ്കിൽ റൂഫ് ഓഫ് ചെയ്യാൻ പറ്റും, ഓൺ ആക്കാൻ പറ്റും. നമ്മളെ സ്കെച്ചപ്പിൽ നിങ്ങൾക്ക് ടാഗ് അറിയില്ല, ടാഗ് അറിയുന്നവർ മനസ്സിലാവുന്നുണ്ടാവും. അല്ലെങ്കിൽ പല സൈറ്റിലും പല സോഫ്റ്റ്വെയറിലും പല നെയിമിൽ നമുക്ക് ചില കാര്യങ്ങളൊക്കെ ഗ്രൂപ്പ് ചെയ്ത് വെച്ച് സേവ് ചെയ്തേക്കാൻ പറ്റും, അല്ലെങ്കിൽ ഹൈഡ് ചെയ്യാനും അതിനെ പ്രത്യേകം സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഔട്ട്ലൈനറിൽ ഇപ്പോൾ ഈ കാണിക്കുന്ന പോലെ കുറേ എന്താ പറയുക കാറ്റഗറി കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഇപ്പോൾ ഈ ക്യാം എന്നുള്ളത് ക്യാമറയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഇമ്പോർട്ട് ചെയ്തതിലുള്ള 2 ക്യാമറനെ ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ക്യാമറ എന്ന കളക്ഷനിലേക്ക് മൂവ് ചെയ്യാണ്. ക്യാം എന്നായിരുന്നു പേര്, ഞാൻ ക്യാമറ എന്നാക്കി. ഇപ്പോൾ ഞാൻ ആ 2 ക്യാമറയും ക്യാമറയുടെ ഉള്ളിൽ കൊണ്ടുപോയിട്ടു. ഇനിയും കുറേ ഒബ്ജക്ട്സ് വരുന്നുണ്ട്, അതൊക്കെ ഇപ്പോൾ തൽക്കാലം അവിടെ തന്നെ ഇരിക്കട്ടെ. എനിവേ നമ്മൾ അടുത്ത ഭാഗത്തേക്ക് മൂവ് ചെയ്യും. ഇപ്പോൾ ഏകദേശം നമ്മുടെ ഒരു ഇമ്പോർട്ട് ചെയ്ത ഫയലുണ്ട്. പിന്നെ അതിൽ കുറച്ച് കാര്യങ്ങൾ ക്ലീൻ ചെയ്യാനുണ്ട്. ഈ അനാവശ്യമായിട്ട് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ കുറച്ച് സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ക്ലീൻ ചെയ്യുന്നതാണ് ഞാൻ ചെയ്യുന്നത്. ക്ലീൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഇതിൻ്റെ മറ്റൊരു ഭാഗം ചിലപ്പോൾ നമ്മുടെ വർക്കിംഗ് മോഡലായിരിക്കും. അപ്പോൾ മോഡലിൽ എന്തെങ്കിലും മിസ്സാവരുത്. അവിടെ ക്ലീൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾ മോഡലിൽ എന്തെങ്കിലും മിസ്സാവും. അപ്പോൾ അതിനാണ് ഞാൻ അങ്ങനെ മൂവ് ചെയ്ത് നോക്കണം. മൂവ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അങ്ങനത്തെ സംഭവങ്ങളൊന്നും അതിൽ സെലക്ട് ആയിട്ട് വരില്ല. ഓക്കെ ഓക്കെ അപ്പോൾ അതങ്ങനെ. പിന്നെ ഇത് നമ്മുടെ ഒരു പിവോട്ട് പോയിൻ്റ് ആണ്. ഈ പിവോട്ട് പോയിൻ്റ് എന്താണെന്നൊക്കെ നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പറയാം. എനിക്ക് തോന്നുന്നു നമ്മുടെ വീഡിയോ അത്യാവശ്യം സമയമുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് ബേസിക് രീതിയിൽ പറഞ്ഞ് തരാവും ബെറ്റർ. കാരണം കൂടുതൽ ഡീപ്പായിട്ട് പിവോട്ട് പോയിൻ്റ് എന്താ, അതെന്താ, ഇതെന്താന്നൊക്കെ നമ്മൾ പറഞ്ഞു പോവുകയാണെങ്കിൽ അത്യാവശ്യം സമയം എടുക്കും. സോ ഇത്രയും കാര്യം ഞാൻ അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞെന്ന് വിചാരിക്കുന്നു. ഇനി അങ്ങോട്ട് നമ്മൾ കുറച്ച് ഫാസ്റ്റിൽ ഫോർവേഡ് പോവാം. സോ ഇവിടെ ഞാൻ വോയിസ് ഓവർ ഒന്ന് സ്പീഡ് കൂട്ടി സംസാരിക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ റൂഫ് ഇങ്ങനെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഭാഗത്ത് റൂഫിനെ നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ എന്തൊക്കെയാണ് സംസാരിച്ചതെന്ന് കറക്റ്റ് ഓർമ്മയില്ല, പക്ഷേ കാര്യമായിട്ടൊന്നും കാണത്തില്ല. റൂഫിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ സീന് നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പറയുന്നൊരു പക്ഷേ റൂഫ് നമുക്ക് വേറെ സേവ് ചെയ്യാം എന്നുള്ള മറ്റുള്ള എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും. എനിക്ക് തോന്നുന്നു ഒന്നും കൂടി ഫാസ്റ്റിൽ വീഡിയോ മൂവ് ചെയ്യുക നല്ലത്. ഞാൻ കാരണം അത്യാവശ്യം ഡെപ്തായിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞു തന്നിരുന്നത്, പക്ഷേ ആ സമയത്താണ് നമ്മുടെ മൈക്രോഫോൺ ഓഫായിപ്പോയി. ബ്ലൂടൂത്ത് ആയിരുന്നു, സോ ബാറ്ററി ചാർജ് കുറഞ്ഞത് ഞാൻ അറിഞ്ഞില്ല. സോ ഇത്രയും സമയം നമ്മൾ ഒരു കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചിരുന്നു.
എന്തായാലും കുഴപ്പമില്ല. നമ്മൾ ഓരോ മെറ്റീരിയലും സ്കെച്ചപ്പിൽ ഗ്രൂപ്പ് ആക്കുക. ഗ്രൂപ്പ് ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്രൂപ്പ് ആക്കി കഴിഞ്ഞാൽ മാത്രമേ ബ്ലെൻഡറിലേക്ക് ഇമ്പോർട്ട് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ഒബ്ജക്റ്റും വേറെ വേറെ സെപ്പറേറ്റ് സെലക്ട് ചെയ്യാൻ പറ്റൂ. എല്ലാം കൂടി ഒരു ഗ്രൂപ്പിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പ് ചെയ്യാതെയാണ് ആ വർക്ക് ചെയ്തെങ്കിൽ ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെപ്പറേറ്റ് റൂഫ് സെലക്ട് ചെയ്യാൻ പറ്റില്ല, സെപ്പറേറ്റ് വിൻഡോ സെലക്ട് ചെയ്യാൻ പറ്റില്ല. സോ ഗ്രൂപ്പിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്. അത് സ്കെച്ചപ്പിൽ വർക്ക് ചെയ്യുകയാണെങ്കിലും ബ്ലെൻഡറിൽ വർക്ക് ചെയ്യുകയാണെങ്കിലും. സോ അതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ഗ്രൂപ്പ് ചെയ്യണം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വേൾഡിൻ്റെ സെൻറ്ററിലേക്ക് കൊണ്ടുവരണം ഫയൽ. നമ്മുടെ ആവശ്യമുള്ള ഏരിയയിലേക്ക് എത്തിക്കണം. അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും ഫയൽ ഏതെങ്കിലും അറ്റത്ത് എവിടെയെങ്കിലും കോർണറിലോ എവിടെയെങ്കിലും കിടക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് നമ്മൾ ഈ ഓർബിറ്റ് ചെയ്യാനൊക്കെ വളരെ റിസ്ക് ആയിരിക്കും. ഓക്കെ ഓക്കെ എനിക്ക് തോന്നുന്നത് ഞാൻ അത്യാവശ്യം ഡെപ്തിൽ പറയുന്നുണ്ട്. ഓരോ കാര്യങ്ങളും ഇവിടെ എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായിരുന്നു എന്നുള്ളതാണ് ഓർമ്മയില്ല. സോ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് ഇപ്പോൾ 2 ദിവസമായി. പക്ഷെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ എനിക്ക് കഴിഞ്ഞില്ല. അപ്പോൾ ഇന്ന് ഞാനത് ഞാൻ കാര്യങ്ങൾ ചെക്ക് ചെയ്യുമ്പോഴാണ് മനസ്സിലായത് റെക്കോർഡല്ല വോയിസ്. സോ ഞാനൊരു കാര്യം ചെയ്യാം. എനിക്ക് തോന്നുന്നു ഇവിടെ പോസ് ചെയ്തിട്ട് ഒന്ന് ഫാസ്റ്റാക്കി മുന്നോട്ട് പോകാം. സോ സുഹൃത്തുക്കളെ, നമ്മൾ ബാക്കി കണ്ടിന്യൂ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ മലയാളത്തിലായതുകൊണ്ട് അത്യാവശ്യം എല്ലാം ക്ലിയർ ആക്കിയിട്ട് തന്നെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, എൻ്റെ ഇൻസ്റ്റാഗ്രാം ഉണ്ട് AWR ബ്രോ. ഞാനത് ഇതിലെവിടെയെങ്കിലും മെൻഷൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എനിക്ക് ഡയറക്റ്റ് അതിൽ മെസ്സേജ് അയക്കാം. പിന്നെ വാട്സപ്പിൽ അത്യാവശ്യം ആളുകൾ മെസ്സേജ് അയക്കുന്നുണ്ട്. സോ എൻ്റെ മറ്റുള്ള ചാറ്റുകളൊക്കെ താഴെ പോവുകയാണ്. അപ്പോൾ എനിക്കത് ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്നില്ല വാട്സപ്പിൽ. സോ നിങ്ങൾ എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കുകയാണെങ്കിൽ എനിക്ക് നിങ്ങളെ ജനറൽ മെസ്സേജ് ആക്കി വെക്കാം. പ്രയോറിറ്റിയിൽ നമുക്ക് വേണ്ടപ്പെട്ട ഇമ്പോർട്ടൻറ്റ് മെസ്സേജസും കിടക്കുമല്ലോ. സോ നിങ്ങൾക്ക് ഡയറക്റ്റ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ അയക്കാം. പിന്നെ കമൻറ്റ് ചെയ്യാം. എന്തെങ്കിലും അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക റെഡിയാക്കി അത് എങ്ങനെയാണെന്ന് വെച്ചാൽ അറേഞ്ച് ചെയ്യാം. പിന്നെ അപ്പോൾ നമ്മളിവിടെ ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഞാൻ പിവോട്ട് പോയിന്റിനെ കുറിച്ചാണ് എനിക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പിവോട്ട് പോയിന്റ് കണ്ടോ, ഈ പിവോട്ട് പോയിന്റിൽ നമ്മളിവിടെ ചെയ്യുന്നത് പിവോട്ട് പോയിന്റ് വെച്ചിട്ട്, അതായത് ഒറിജിനാണത്. ആ ഒറിജിനെ നമ്മൾ പിവോട്ട് പോയിന്റ് ആക്കിയിട്ട് നമ്മളിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് നോക്കിയാണ് ഇപ്പോൾ നേരത്തെ നിങ്ങൾ കണ്ടത്. അപ്പോൾ നമുക്ക് ഈ ഒറിജിൻ എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു വസ്തുവിൻ്റെ സെൻറ്ററിലാവണം. അതിൻ്റെ ഒരു മാസൊക്കെ അതിലാണ് കിടക്കുന്നത്. അല്ലെങ്കിൽ അതാണ് നമ്മളൊരു ബേസ് പോയിന്റ്. ആ ബേസ് പോയിന്റ് ഒരു ഒബ്ജക്റ്റിൻ്റെ സെൻട്രലാണ് നിർബന്ധമുള്ളതല്ല, പക്ഷേ ഓൾമോസ്റ്റ് നോർമൽ കേസിൽ. അപ്പോൾ അതിങ്ങനെ മാറ്റി അവിടെ സെറ്റ് ഒറിജിനിൽ വന്നിട്ട് സെറ്റ് ഒറിജിൻ സെൻറ്റർ ഓഫ് മാസ് എന്നുള്ള സംഭവം കൊടുക്കുക, അല്ലെങ്കിൽ അതിൻ്റെ വോളിയത്തേക്ക് കൊടുക്കുക. ഇത് ഏത് കൊടുത്താലും ഏകദേശം ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ സെൻറ്ററിലേക്ക് അത് വരും. ഇപ്പോൾ കണ്ടോ, ആ ഒരു സൈഡിൽ കിടന്ന ആ പോയിന്റ്, ആ ബേസ് പോയിന്റ് ഇപ്പോൾ ഇതിൻ്റെ വോളിയത്തിൻ്റെ സെൻറ്ററിലേക്ക് വന്നിട്ടുണ്ട്. അതിപ്പോൾ നേരത്തെ കൊടുത്ത മാസ് കൊടുത്താലും ഇതേ സെൻട്രിക്ക് തന്നെ വരിക. സോ ഇങ്ങനെ എല്ലാ ഒബ്ജക്റ്റിനും ഒറിജിൻസ് കിടക്കുന്നുണ്ട്. ക്യാമറക്ക് ആണെങ്കിലും കിടക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ക്യാമറ അൺസെലക്ട് ചെയ്തിട്ട് ബാക്കി എല്ലാത്തിൻ്റെയും എന്താ പറയുക സെൻറ്ററിലേക്ക് ഈ ഒറിജിൻസിനെ കൊണ്ടുവരികയാണ്. അത് നിർബന്ധമല്ല. എന്നാൽ നമ്മൾ ചില സമയത്ത് ചിലത് വർക്ക് ചെയ്യുന്ന സമയത്ത്, എക്സാമ്പിൾ നമ്മൾ സ്കെയിൽ ചെയ്യുന്ന സമയത്തോ ഒക്കെ ചിലപ്പോൾ ഇൻഡിവിജ്വലായിട്ട് സ്കെയിൽ ചെയ്യും. ഇൻഡിവിജ്വൽ ഒറിജിൻ എന്നുള്ള പിവോട്ട് പോയിന്റിൽ നമ്മൾ സ്കെയിൽ ചെയ്യും. അപ്പോൾ ഓരോ ഒബ്ജക്റ്റും ഓരോ തരത്തിൽ സ്കെയിലാവും. അത് ഉണ്ടാവാതിരിക്കാനും അതുപോലെ തന്നെ അതിൻ്റെ സ്കെയില് എന്തെന്ന് പറയും, നമ്മൾ സ്കെയിൽ ഒരു കൃത്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരുപോലെ സ്കെയിലാവാൻ വേണ്ടിയിട്ട് അത് നമ്മൾ കറക്റ്റ് എന്തുകൂടെ പറയുക, പെർഫെക്റ്റ് ആയിട്ടെന്ന് അല്ലെങ്കിൽ പെർഫെക്റ്റ് വേണമെങ്കിൽ പറയാം. എല്ലാ ആക്സിസിലേക്കും ഒരുപോലെ, അതിൻ്റെ സെൻറ്ററിൽ നിന്ന് നമ്മൾ സ്കെയിൽ ചെയ്യുമ്പോഴാണ് എല്ലാ ആക്സിസ്ക്കും ഒരുപോലെ പോവുക. ഒരു സൈഡിലാണ് ഒറിജിൻ കിടക്കുന്നത് വെച്ചാൽ അതിൻ്റെ സ്കെയിൽ വ്യത്യാസം ഉണ്ടാവും, അതുപോലെ റൊട്ടേഷൻ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ആക്സിസ് എല്ലാം ഇപ്പോൾ ഈ കിടക്കുന്ന ഒബ്ജക്ട്സ് ഒക്കെ ഇമ്പോർട്ട് ചെയ്ത ഫയലല്ലേ, അപ്പോൾ ഇതിൻ്റെ ആക്സിസ് എല്ലാം ഇപ്പോൾ കറക്റ്റ് അല്ല. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്യണം. അപ്പോഴേ നമുക്ക് ഇപ്പോൾ കണ്ട ഒരു എറർ വന്നു. ആ എറർ വരുന്നത് എന്താ വെച്ചാൽ Ctrl+A ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ലെഫ്റ്റ് സൈഡിൽ കോർണറിൽ നിങ്ങൾക്ക് എൻ്റെ ഷോർട്ട് കട്ട്സ് നിങ്ങൾ കാണുന്നില്ലേ. അപ്പോൾ അവിടെ മൗസിൻ്റെ ആ ഐക്കണിൻ്റെ അവിടെ നോക്കിക്കഴിഞ്ഞാൽ Ctrl+A ക്ലിക്ക് ചെയ്താൽ ഞാനിവിടെ ഓരോ ഒബ്ജക്റ്റും അതിൻ്റെ സ്കെയിൽ അപ്ലൈ ചെയ്യണം. സ്കെയിൽ എന്തിനാ അപ്ലൈ ചെയ്യണം ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സ്കെച്ചപ്പിലൊക്കെ സെയിം ഒരു സംഗതി തന്നെയാണ് ഇതൊക്കെ കാണുന്നത്. അപ്പോൾ ഞാൻ Ctrl+A ക്ലിക്ക് ചെയ്ത് വീണ്ടും അപ്ലൈ ചെയ്തു. അപ്ലൈ ചെയ്തപ്പോൾ സക്സസ് ആയി. പക്ഷേ ഇതിൽ കുറേ കമ്പോണൻസ് പോലെ കുറേ ഒബ്ജക്റ്റ് കിടക്കുന്നുണ്ട്. സ്കെച്ചപ്പിൽ കമ്പോണൻസിൽ കിടന്നു കഴിഞ്ഞാൽ
നിങ്ങൾക്കറിയാലോ. അതുപോലെ ഇതിൽ കുറേ കമ്പോണൻസ് പോലെ കുറേ ഇൻസ്റ്റൻസ് എടുക്കുന്നുണ്ട്. 3ds മാക്സിൻ്റെ ഭാഷ പറഞ്ഞാൽ കുറേ ഇൻസ്റ്റൻസ് എടുക്കുന്നുണ്ട്. സോ ഈ ഇൻസ്റ്റൻസും നോർമൽ ഒബ്ജക്റ്റും കൂടിയിട്ട് ഒരുമിച്ച് അപ്ലൈ ആവില്ല. എന്ത് അതിൻ്റെ ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ആവില്ല. അങ്ങനെ അതുകൊണ്ടാണ് ഈ എറർ വരുന്നത്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഇതിലുള്ള എല്ലാ ഇൻസ്റ്റൻസിനും നമ്മൾ നിർവീര്യമാക്കണം, ന്യൂട്രലാക്കണം. സോ ന്യൂട്രലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ ഒരു ഐഡി ചെയ്യാൻ പോവാണ്. അപ്പോൾ അവിടെ കണ്ട എൻ്റെ ക്വിക്ക് ഫേവറേറ്റ് പറഞ്ഞൊരു സംഭവം നിങ്ങൾ കണ്ടില്ലേ. ആ ക്വിക്ക് ഫേവറേറ്റ് ലിസ്റ്റിൽ ഞാൻ കുറച്ച് ഷോർട്ട് കട്ട്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിലൊന്നാണ് റിലേഷൻ പറഞ്ഞിട്ട് രണ്ടാമത് കിടക്കുന്നത്. അതെങ്ങനെ ഷോർട്ട് കട്ട് ഉണ്ടാക്കി എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്നത്. കൂടാണ്ട് ഈ റിലേഷൻ എന്താണെന്ന് ഞാൻ പറയുകയാണെങ്കിൽ, റിലേഷൻ ഉദ്ദേശിക്കുന്നത് ഈ ഇൻസ്റ്റൻസ് എല്ലാം ഒഴിവാക്കി അതിൻ്റെ ഡാറ്റാസൊക്കെ ഡിഫറെൻ്റ് ആക്കുക. ഇതിപ്പോൾ ചില ഇൻസ്റ്റൻസിൻ്റെ രണ്ട് ഇൻസ്റ്റൻ്റ് ഒബ്ജക്റ്റ് ആയിരിച്ചു. ആ ഇൻസ്റ്റൻസ് അല്ലെങ്കിൽ രണ്ട് കമ്പോണൻസിൻ്റെ ഡാറ്റ ഒന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ ഒരുമിച്ച് മാറുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഈ എങ്ങനെയാണ് അത് ഞാൻ ഈ പറഞ്ഞ റിലേഷൻ എവിടെയാണെന്നുള്ളതാണ് കാണിക്കുന്നത്. ഒബ്ജക്ട്സിൽ വന്ന റിലേഷൻ പറഞ്ഞൊരു സംഭവം കിടക്കുന്നുണ്ട്. ഒബ്ജക്ട്സിൽ റിലേഷൻ ഇപ്പോൾ നേരത്തെ കാണിച്ചു. നിങ്ങളൊന്ന് വീഡിയോ പോസ് ചെയ്ത് ബാക്കിലോട്ട് വന്നാൽ കാണാൻ പറ്റും. അപ്പോൾ അവിടെ വന്നിട്ട് ഞാൻ ആഡ് ടു ക്വിക്ക് ഫേവറേറ്റ് കൊടുക്കുകയാണ്. അപ്പോഴാണ് ഈ ഫേവറേറ്റ് ലിസ്റ്റിലേക്ക് വരുന്നത്. ഓക്കെ, എന്താണെന്നുള്ളത് ഞാൻ ഇപ്പോൾ വോയിസ് ഓവറിൽ പറഞ്ഞു. സംഭവം കഴിഞ്ഞു, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. നമുക്ക് എന്ത് സംഭവം ഇപ്പോൾ ഈ കണ്ട നെക്സ്റ്റ് വർക്ക്ഷീറ്റ് എന്നുള്ളത് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് അസൈൻ ഷോർട്ട് കട്ടും കൊടുക്കുക, അല്ലെങ്കിൽ ക്വിക്ക് ഫേവറേറ്റും കൊടുക്കുക. രണ്ടും ചെയ്യാം. അപ്പോൾ ഏത് വേണമെങ്കിലും രണ്ടും ചെയ്യാൻ പറ്റും. അതുപോലെ ഏത് വേണമെങ്കിലും ഒന്ന് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഞാൻ അസൈൻ ഷോർട്ട് കട്ട് കൊടുത്തൊരു നമ്പർ കൊടുത്താൽ അല്ലെങ്കിൽ ഒരു കീവേഡ് കൊടുത്താൽ അത് നമുക്ക് ഷോർട്ട് കട്ടായി കിട്ടും. അല്ലെങ്കിൽ ക്വിക്ക് ഫേവറേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ക്വിക്ക് ഫേവറേറ്റ് വരും. ആണ് ക്വിക്ക് ഫേവറേറ്റിൻ്റെ ഷോർട്ട് കട്ട്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്വിക്ക് ഫേവറേറ്റ് വരും. അപ്പോൾ ഇതിലിപ്പോൾ സംഭവിച്ചത് അതാണ്. ക്ലിക്ക് ചെയ്തു. ഞാൻ എൻ്റെ ക്വിക്ക് ഫേവറേറ്റിൽ റിലേഷൻ എടുത്ത് ഇതിലെല്ലാം സെലക്ട് ആയിരുന്നു ഓൾറെഡി. എന്നിട്ട് റിലേഷനിൽ സിംഗിൾ ഡാറ്റ എന്നൊന്ന് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ വീഡിയോ ഒന്ന് പോസ് ചെയ്ത് ബാക്കിലോട്ട് പോയി കാണാം. അത് കൊടുക്കുകയാണെങ്കിൽ ഇതിൽ ഞാൻ പറഞ്ഞ എല്ലാ ഇൻസ്റ്റൻസും അല്ലെങ്കിൽ കമ്പോണൻസും ന്യൂട്രലായിട്ട് എല്ലാ ഒബ്ജക്ട്സും വേറെ വേറെ ആവും. അപ്പോൾ എനിക്ക് എല്ലാ ഒബ്ജക്ട്സിനും ഒരുമിച്ച് സെലക്ട് ചെയ്യാൻ പറ്റും. സെലക്ട് ചെയ്യാൻ പറ്റുന്നല്ല, ഒരുമിച്ച് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ ട്രാൻസ്ഫോർമേഷൻ, അതായത് നമ്മുടെ സ്കെയിലും റൊട്ടേഷനും പിന്നെ മൂവ്മെൻറ്റും എല്ലാം കൂടി നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ലൊക്കേഷൻ എന്നാണ് പറയുക, മൂവ്മെൻ്റ് അല്ല. ഈ മൂന്നും കൂടി അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷേ നോർമലി നമ്മൾ ലൊക്കേഷൻ ഒഴിവാക്കി സ്കെയിലും റൊട്ടേറ്റാണ് അപ്ലൈ ചെയ്യാറ്. കാരണം ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒറിജിനുമായി ബന്ധമുണ്ട്. അപ്പോൾ ഒറിജിൻ വേൾഡിൻ്റെ സെൻറ്ററിലേക്ക് പോകും. അതല്ല നമുക്ക് നോർമലി വേണ്ടത്. നമുക്ക് ലൊക്കേഷൻ അതല്ലെങ്കിൽ ഇതിൻ്റെ ഒറിജിൻ എപ്പോഴും എല്ലാ ഒബ്ജക്റ്റിനെയും സെൻട്രലാണ് വേണ്ടത്. സോ അത് ഒറിജിൻ നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഞാൻ ഇപ്പോൾ എല്ലാം കൂടി സെലക്ട് ചെയ്തിട്ടോ. ഞാൻ നേരത്തെ റിലേഷനിൽ എന്ത് മാറ്റിയിരിക്കണ്, ഇതിൻ്റെ ഇൻസ്റ്റൻസ് ഒക്കെ ഒഴിവാക്കിയാണ്. റിലേഷനിൽ ഞാൻ നേരത്തെ കാണിച്ച പോലെ നിങ്ങൾ വീഡിയോ ഒന്ന് ബാക്കിൽ പോയി കഴിഞ്ഞാൽ ഞാൻ ക്വിക്ക് ഫേവറിൽ റിലേഷനിൽ എന്ത് ചെയ്തു എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഇതിൻ്റെ പിവോട്ട് പോയിൻ്റ് കണ്ട സൈഡിലാണ് കിടക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോയെന്ന് അറിയില്ല. ഇതുണ്ട് റൈറ്റ് സൈഡിലാണ് കിടക്കുന്നത്. ഈ ജനലിൻ്റെ കമ്പീൻ്റെ ഒരു കമ്പിയാണെങ്കിൽ ആ കമ്പിൻ്റെ സെൻറ്ററിലാണ് പിവോട്ട് പോയിൻ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒറിജിൻ കിടക്കുക. അപ്പോൾ ഞാൻ നേരത്തെ അപ്ലൈ ചെയ്തുകൊണ്ട് ഇപ്പോൾ സ്കെയിൽ അപ്ലൈ ചെയ്തുകൊണ്ട് ഞാനൊരു ഷോർട്ട് കട്ട് ക്ലിക്ക് ചെയ്തു. ഷോർട്ട് കട്ട് Ctrl+Shift+V ഓർ Ctrl+Shift+M. വോളി ആണെങ്കിൽ V, മാസ് ആണെങ്കിൽ M. ഓക്കെ, നിങ്ങൾ ഇത്രയും കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ആയിരിക്കും. കാരണം ഞാനിത് ഒന്നാമത് വലിയൊരു വർക്കാണ് ഇപ്പോൾ ചെയ്യുന്നത്. ചെറിയൊരു വർക്ക് നിങ്ങളെ കാണിക്കുകയാണെങ്കിൽ ഇത്രയും കൺഫ്യൂഷൻ ഉണ്ടാവില്ല. പക്ഷേ ഞാൻ അത് ഓൾറെഡി ഇത്രയും 2-3 മണിക്കൂർ റെക്കോർഡ് ചെയ്തൊരു വീഡിയോ ആയതുകൊണ്ട് പിന്നെ എനിക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ചെറുതുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് എന്തായാലും. പക്ഷേ ഈ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്യേണ്ടെന്ന് കരുതി. മനസ്സിലാവുന്നവർക്ക് ഇതിന്ന് മനസ്സിലാക്കാമല്ലോ. ഓക്കെ, നമ്മൾ ഇനി ഒരു ഫയൽ ഇമ്പോർട്ട് ചെയ്ത് ഞാൻ നേരത്തെ പറഞ്ഞ കളക്ഷൻ്റെ കേസ്. അപ്പോൾ നമ്മൾ ഈ ഇമ്പോർട്ട് ചെയ്ത എല്ലാ സംഭവങ്ങളും ഒരു കളക്ഷനിൽ എടുക്കുക. അപ്പോൾ ഞാൻ ഇവിടെ കളക്ഷനിൽ ആ ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അൺചെക്ക് ആയി പോയാൽ നമ്മൾ ആ ഒരു കളക്ഷൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഒബ്ജക്റ്റ് ഉണ്ടോ അതൊക്കെ ഹൈഡായി പോകും, അല്ലെങ്കിൽ ഡിസേബിൾ ആയി പോകും. ഇപ്പോൾ അതിലൊന്നുമില്ല, അതുകൊണ്ട് അതൊന്നും പോയില്ല. പക്ഷേ ഞാൻ താഴെ വന്നു കഴിഞ്ഞിട്ട് താഴെ മീൻസ് ആ താഴത്തെ കളക്ഷൻ ഞാൻ അവിടെ അൺചെക്ക് ചെയ്യണം. അപ്പോൾ കണ്ട എല്ലാം പോയി വെച്ചാൽ അതിൽ ഉള്ളിലുള്ളത് ഇപ്പോൾ ഈ ക്യാമറാസ് നമ്മൾ വേറെ ചെയ്ത് വെച്ചുകൊണ്ട് ക്യാമറ മാത്രം അവിടെ പുറത്തുണ്ടായിരുന്നു, ബാക്കിയെല്ലാം ഹൈഡായി. അപ്പോൾ ഇതാണ് ഈ കളക്ഷൻ നമ്മൾ ചെയ്യുന്നതിൻ്റെ ഗുണം. ബാക്കി ഞാൻ പിന്നെ ചെയ്യാൻ പോയത് ഇനി ഈ ലാൻഡ്സ്കേപ്പ് ഞാൻ പുതിയൊരു ലാൻഡ്സ്കേപ്പ് എന്ന പേരിട്ടിട്ട് ഒരു കളക്ഷൻ ഉണ്ടാക്കുകയാണ്. ആ കളക്ഷനിലേക്ക് ഞാൻ അതിന് മൂവ് ചെയ്തു. ഇനി എനിക്ക് ലാൻഡ്സ്കേപ്പ് കളയണമെന്നെങ്കിൽ അല്ലെങ്കിൽ ഡിസേബിൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് മാത്രം കളഞ്ഞാൽ മതി.
പിന്നെ ഇവിടെ കണ്ടത് കുറച്ച് മുന്നേ നമ്മൾ കൊണ്ടുവന്നപ്പോൾ അതിലുണ്ടായിരുന്ന അനാവശ്യ ഒബ്ജക്ട്സ് അത് ഞാൻ ഡിലീറ്റ് ചെയ്തു. ഓക്കെ, ഡിലീറ്റ് ചെയ്തു. ലാൻഡ്സ്കേപ്പ് തിരിച്ചു കൊണ്ടുവന്നു. പിന്നെ നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അൺസെലക്ട് ആക്കുന്ന കാര്യമാണ്. ഇപ്പം ഞാൻ റൈറ്റ് സൈഡിൽ ഒരു ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞ കാര്യം തന്നെ, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഫ്രീസ് ചെയ്യാന്ന് പറയും. അപ്പോൾ അതാണ് അവിടെ കാണിച്ചത്. ആ ഒരു ആരോ മാർക്ക് ക്ലിക്ക് ചെയ്തപ്പോൾ ഇപ്പോൾ ഞാൻ എൻ്റെ ലാൻഡ്സ്കേപ്പ് എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്ത കളക്ഷൻ അൺസെലക്റ്റബിൾ ആണ്. പിന്നെ അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ ടോട്ടൽ ഇപ്പോഴത്തെ ഒരു സ്റ്റേജ്. നമ്മളിതിലെ സ്കെയിലെല്ലാം അപ്ലൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കി നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ മൊത്തം കളക്ഷൻ്റെ ഓരോ കാര്യങ്ങളാവും സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ക്യാമറയ്ക്ക് സെറ്റാണ്. ഇനി നമുക്ക് ഓരോന്നായിട്ട് ബാക്കി പറയാം. ഞാനിവിടെ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു. അപ്പോൾ ഇതിൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കളക്ഷനൊക്കെ പറ്റുകയാണെങ്കിൽ എല്ലാം മാറ്റി വെക്കുക. പിന്നെ ഇതിൽ നിന്ന് നമുക്ക് ഇങ്ങനെ നമ്മൾ വ്യൂ പോർട്ടിലേക്ക് ഓരോ ഒബ്ജക്റ്റും വലിച്ചിടാൻ പറ്റും. പക്ഷെ നമുക്ക് കറക്റ്റ് എന്താ ഒബ്ജക്റ്റ് എന്ന് അറിയണം. അവിടെ ട്രീ എന്നാണെങ്കിൽ ആ ട്രീ അങ്ങോട്ട് വലിച്ചിട്ടാൽ നമ്മുടെ സൈറ്റിൽ നമ്മുടെ വ്യൂ പോർട്ടിൽ ട്രീ വരും. പക്ഷെ നമ്മളിങ്ങനെയല്ല ചെയ്യാറ്, നമുക്ക് വേറെ മെത്തേഡാണ്. പിന്നെ ഇവിടെ ഒരു ഒബ്ജക്റ്റ് എടുക്കുന്നുണ്ട്. ഞാൻ മുന്നേ സ്കെച്ചപ്പിലേക്ക് കൊണ്ടുവന്ന ഒരു ഒബ്ജക്റ്റാണ്. അത് ഡോറാണ് ആക്ച്വലി. പക്ഷെ ഡോറ് പ്രോപ്പറായിട്ട് നമുക്ക് ആവശ്യമില്ലാത്തൊരു ഡോറാണ്, ചെറിയൊരു ഡോറ്. അത് സ്കെയിൽ വ്യത്യാസം വന്നതാണ്. സ്കെച്ചപ്പിലേക്ക് ഇമ്പോർട്ട് ചെയ്തപ്പോൾ തെറ്റിപ്പോയതാണ്. അത് നമ്മുടെ ബ്ലെൻഡറിലേക്ക് ഇമ്പോർട്ട് ചെയ്തപ്പോൾ അതേ ഫയലിൽ നിന്ന് ഇങ്ങോട്ടും വന്നിട്ടുണ്ട്. സോ നമുക്ക് ഈ ഫയൽ ആവശ്യമില്ല, ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. താഴെ കാണാമല്ലോ, ഡിലീറ്റഡ് വൺ ഒബ്ജക്റ്റ്. ഇനി നെക്സ്റ്റ് പറയുന്നത് നമുക്ക് നോക്കാം എന്താണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ ഒരു ഫയൽ ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒറിജിൻസ് സെൻറ്ററിലേക്ക് കൊണ്ടുപോകണം. ഒറിജിൻസ് സെൻറ്ററിലേക്ക് കൊണ്ടുപോകുന്നതിന് മുന്നേ നമ്മൾ മെയിനായിട്ട് ചെയ്യാനുള്ളത് അതിൻ്റെ സ്കെയിൽ അപ്ലൈ ചെയ്യണം, സ്കെയിലും റൊട്ടേഷനും. അപ്പോൾ അത് കഴിഞ്ഞാൽ ഒറിജിനൽ സെൻറ്ററിൽ കൊണ്ടുപോവുക. ഇപ്പോൾ ഞാൻ റൂഫിനെ അടുത്ത റൂഫ് എന്ന ഒരു കളക്ഷനിലേക്ക് കൊണ്ടുപോയി. ഓക്കെ, അപ്പോൾ ഇനി എനിക്ക് റൂഫ് ആവശ്യമില്ലാത്ത സമയത്ത് വേണമെങ്കിൽ അത് ഹൈഡ് ചെയ്യാനെങ്കിൽ ആ ടിക്ക് അൺചെക്ക് ചെയ്താൽ മതി. പിന്നെ എന്തിനാണ് പിന്നെ ഇവിടെ ഞാൻ ലിമിറ്റഡ് പ്ലാനർ പറഞ്ഞ സംഭവം ക്ലിക്ക് ചെയ്തു. അതെന്താണെന്ന് വെച്ചാൽ ഈ ലൈൻസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ലിമിറ്റഡ് പ്ലാനല്ല, ലിമിറ്റഡ് ഡിസോൾവ്. ഓക്കെ, സോറി. അപ്പോൾ ലിമിറ്റഡ് ഡിസോൾവ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ അനാവശ്യ ലൈൻസൊക്കെ കളയാൻ പറ്റും. പിന്നെ ഇതിൽ എഡിറ്റ് മോഡിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. നിങ്ങൾക്ക് എഡിറ്റ് മോഡിലേക്ക് ടാബ് ക്ലിക്ക് ചെയ്ത് വരാൻ പറ്റും. എഡിറ്റ് മോഡിലേക്ക് വന്ന് നമുക്ക് ഇതുപോലത്തെ അത്യാവശ്യം എഡിറ്റുകളൊക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ പോയിൻറ്റും പിന്നെ എഡ്ജും വെച്ചിട്ട് നമ്മൾ എഡിറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് സ്കെച്ചപ്പിൽ ചെയ്തൊരു വർക്ക് ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൽ നിന്ന് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് ഇപ്പോൾ കാണിക്കുന്നത്. ആക്ച്വലി നിങ്ങൾ മൊത്തത്തിൽ ഈ ബ്ലെൻഡറിൽ ചെയ്യാണ് ഒരു കണക്കിന് നല്ലത്. ഇനി നിങ്ങൾക്ക് മോഡലിങ് പഠിച്ചു വരുന്ന വരെ സ്കെച്ചപ്പിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. അപ്പോൾ എഡിറ്റ് മോഡിലേക്ക് വരണമെങ്കിൽ ലെഫ്റ്റ് കോർണറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, അവിടെ എഡിറ്റ് മോഡെന്ന് കാണാനുണ്ടോ. എൻ്റെ കഴ്സർ ഇവിടെയാണ്, അതുകൊണ്ട് കാണിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ നിങ്ങൾ ടാബ് അടിച്ചാൽ മതി. ഒരു ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തിട്ട് ടാബ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഡിറ്റ് മോഡിലേക്ക് വരാം, അതുപോലെ ഒബ്ജക്റ്റ് മോഡിലേക്ക് പോകാം, മറ്റുള്ള മോഡിലേക്കൊക്കെ പോകാം. അപ്പോൾ നമുക്ക് ലാസ്റ്റ് യൂസ് ചെയ്ത രണ്ട് മോഡിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് മോഡിലേക്കും ഒബ്ജക്റ്റ് മോഡിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ആവണമെങ്കിൽ ടാബ് അടിച്ചാൽ മതി. അപ്പോൾ ഇവിടെ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. ഇതുപോലെ എല്ലാ ഒബ്ജക്ട്സിലും ഞാൻ ഇമ്പോർട്ട് ചെയ്ത എല്ലാ ഒബ്ജക്ട്സിനും ഇതുപോലെ എക്സ്ട്രാ ലൈൻസ് വന്നിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യണമെങ്കിൽ ഞാൻ പറഞ്ഞ ലിമിറ്റഡ് ഡിസോൾവ് ക്ലിക്ക് ചെയ്താൽ മതി. പിന്നെ ഞാൻ ഇത്രയും നേരം ഫയൽ സേവ് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്, അതുകൊണ്ടാണ് അവിടെ ഒരു സ്റ്റാർ കാണുന്നത്. അപ്പോൾ ഞാനിവിടെ ഫയൽ സേവ് ചെയ്യാൻ പോവാണ്. പിന്നെ ഈ കിടക്കുന്നതും അതിൻ്റെ മറ്റൊരു ഫയലാണ്, ഇതേ സെയിം ക്ലയൻറ്റിൻ്റെ, പക്ഷേ ആ പേര് എന്തായാലും ഞാനത് വേറെ ഒന്നായിട്ട് സേവ് ചെയ്യാണ്. ആ ഒരു ഫയൽ വ്യത്യാസമുണ്ട്, അത് കുറച്ച് മോഡൽ ഡിഫറെൻ്റ് ആണ്. സോ ഞാൻ വേറെ പേര് സേവ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് അപ്ഡേറ്റഡ് ഫയൽ നമ്മൾ വേറെ പേരൊന്ന് വേറെ കൊടുത്ത് സേവ് ചെയ്തു. പിന്നെ ഈ കാണുന്നതും സ്കെച്ചപ്പിൽ നിന്ന് കൊണ്ടുവന്ന ഒരു ഒബ്ജക്റ്റാണ്. പിന്നെ ഇവിടെ കാണുന്നത് ഈ ലൈൻസ് പോലെ കാണുന്നത് എംടി എന്ന് പറയും. ഈ എംടി ആ ഒരു ഇതെന്ന് പറയുക നമ്മുടെ പ്ലാന്റുമായിട്ട് പാരൻ്റൽ കണക്ഷൻ ഉണ്ട്. അപ്പോൾ നേരത്തെ ഞാൻ റിലേഷൻ എന്ന് പറഞ്ഞ സംഭവം പറഞ്ഞതല്ലേ, ഈ റിലേഷന് ഒക്കെ ഇതായിട്ട് ബന്ധമുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ ഒബ്ജക്റ്റ് മറ്റൊരു ഒബ്ജക്റ്റിനെ ലിങ്ക് ചെയ്ത് അല്ലെങ്കിൽ ഒരു റിലേഷൻ കൊടുക്കാം. ഇപ്പോൾ നമുക്ക് അനാവശ്യമായിട്ടുള്ള റിലേഷൻസൊക്കെ നമ്മുടെ വർക്ക് ഫ്ലോയിൽ ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പോൾ അത് നമുക്ക് ഡിലീറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഫൈനൽ ഔട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ബ്ലെൻഡറിലേക്ക് കൊണ്ടുവന്നതിൻ്റെ ഗുണം നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. സോ നിങ്ങളൊന്ന് ക്ഷമയോടെ വെയിറ്റ് ചെയ്യുക.
ഞാനിതിൻ്റെ തമ്മിൽ മിക്കവാറും ഇതിൻ്റെ റെൻഡറിനാവും ഔട്ടിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ ഔട്ട് മനസ്സിലാവും, തമ്മിൽ കണ്ടാൽ തന്നെ ഔട്ട് മനസ്സിലാവും. എനിവേ, എന്നെക്കാളും നന്നായി റെൻഡർ ചെയ്യാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ബ്ലെൻഡറിൽ. പക്ഷെ നമ്മൾ ബ്ലെൻഡർ അത്യാവശ്യം കുഴപ്പമില്ലാത്ത റിസൾട്ട് കിട്ടുന്നതുകൊണ്ടാണ് ഞാൻ നിങ്ങളെയും ബ്ലെൻഡറിലേക്ക് വെൽക്കം ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇത് പഠിച്ചെടുത്തു കഴിഞ്ഞാൽ വളരെ നന്നായിട്ട് റെൻഡർ ചെയ്യാൻ പറ്റും. എൻ്റെ ലെവലൊന്നല്ല, അതിലും ബെറ്ററായി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് എനിക്കുണ്ട്. നിങ്ങൾ കൂടുതൽ ഇതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ മതി. ഇപ്പം ഞാനിവിടെ കാണിച്ചത് നമ്മുടെ വ്യൂ പോർട്ട് കസ്റ്റമൈസ് ചെയ്തത് കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞുള്ളതാണ്, അതുകൊണ്ട് നമ്മൾ പ്രത്യേകം പറയുന്നത്. എനിവേ, ഞാൻ എൻ്റെ അടുത്ത ടാബിലേക്ക് അല്ലെങ്കിൽ അടുത്ത വർക്ക് ഫ്ലോയിലേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത പോലെ ഇതുപോലെ ഞാൻ ഈ പറഞ്ഞ പോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോന്നിൽ ഓരോ സംഭവങ്ങൾ കാണാൻ പറ്റും. ഒന്നിൽ നമ്മളെ വ്യൂ തന്നെ കാണുന്നുണ്ട്, അവിടെ നമ്മൾ റെൻഡർ ചെയ്യും. അതിൻ്റെ താഴെ നിങ്ങൾ കാണുന്ന ഏരിയയിൽ നമ്മുടെ ഒബ്ജക്റ്റ് എന്താണോ സെലക്ട് ചെയ്തിട്ടുള്ള ആ ഒബ്ജക്റ്റിൻ്റെ മെറ്റീരിയൽസിൻ്റെ ഡീറ്റെയിൽസ് കാണുന്നത്. പിന്നെ ഈ വ്യൂ പോർട്ട് ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടെയുള്ള ക്ലീൻ ചെയ്യുക. അവിടെ അനാവശ്യമായിട്ട് എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒക്കെ ക്ലീൻ ചെയ്യണം. അതായത് നമ്മൾ വ്യൂ പോർട്ട് ക്ലീൻ ചെയ്യുക. ഓക്കെ, ഫയലല്ല. വ്യൂ പോർട്ടിൽ ഇപ്പോൾ കാര്യമായിട്ടൊന്നും കാണുന്നില്ല. റെൻഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ക്ലീൻ ആയിട്ട് എന്താണ് ഒബ്ജക്റ്റ് എന്ന് കാണാൻ പറ്റും. ഇപ്പോൾ ഞാൻ അവിടെ സെലക്ട് ചെയ്താൽ പോലും ഇവിടെ കാണുന്ന പോലെ സെലക്ഷൻ ഒന്നും അവിടെ കാണില്ല. കണ്ട, നിങ്ങൾക്ക് അവിടെ ഒരു ഒബ്ജക്റ്റ് ഞാൻ സെലക്ട് ചെയ്ത് കാണുന്നുണ്ടോ? ഇല്ലല്ലോ. പിന്നെ ഷിഫ്റ്റ് എഫ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിപ്പോൾ ഈ ചെയ്ത പോലെ ക്യാമറ ഇങ്ങനെ നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഷോർട്ട് കട്ട് ഷിഫ്റ്റ് എഫ് ആണ്. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ ഷോർട്ട് കട്ട് കാണാൻ കഴിയില്ല, കാരണം നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് ഒന്ന് ടാബ് മാറിയപ്പോൾ, ടാബ് മീൻസ് ലേഔട്ടിൽ നിന്ന് മോഡലിങ്ങിലേക്ക് വന്നപ്പോൾ നമ്മൾ കസ്റ്റമൈസ്ഡ് ഈ ഈ ഒരു ഏരിയയിൽ ഞാൻ ആ ആഡ് ഓൺ ഓഫായിട്ട് കിടക്കണം. അപ്പോൾ ഞാനത് അറിഞ്ഞിട്ടില്ല, അറിയാത്തതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾക്ക് അത് കാണാൻ പറ്റാത്തത്. ഞാനത് അറിയും, കുറച്ച് കഴിഞ്ഞാൽ ഞാനത് മാറ്റുന്നുണ്ട്. എനിവേ, ഞാൻ അടുത്ത ഒബ്ജക്റ്റ് ഇമ്പോർട്ട് ചെയ്യാനുള്ള ഒരു രീതിയിലേക്ക് ഇങ്ങനെ ഇമ്പോർട്ടിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ ഓക്കെ, ഞാനിത് ഇമ്പോർട്ട് ചെയ്യാൻ വന്നല്ല, ഈ ക്യാമറിനെ കുറിച്ച് പറഞ്ഞാൽ തോന്നുന്നുണ്ട്. സീന് ഞാൻ നേരത്തെ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ പറയുന്നു, സീൻ ആസ് ക്യാമറ എന്നുള്ള ടിക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ആ ക്യാമറയും നമുക്ക് ഇമ്പോർട്ടായിട്ട് വരും, അല്ലെങ്കിൽ ആ സീനുകൾ നമുക്ക് ക്യാമറ ആയിട്ട് കൺവേർട്ട് ആവും. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞത്. പിന്നെ നമുക്ക് പുതിയ ഒരു ക്യാമറ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഷിഫ്റ്റ് എ ക്ലിക്ക് ചെയ്താൽ താഴെ എന്താ പറയുക, ഇപ്പം ഞാൻ താഴെ നമുക്കിത് കാണാൻ പറ്റും, ക്യാമറ എന്ന് കാണാൻ പറ്റും. ഓക്കെ, ഇപ്പം ഞാനത് മനസ്സിലാക്കുന്നുണ്ട് ആഡ് ഓൺ അല്ല, അതായത് നമ്മൾ ഷോർട്ട് കട്ടിൻ്റെ ആഡ് ഓൺ അല്ല എന്നുള്ളത് മനസ്സിലാക്കുന്ന സമയമാണിത്. ഒരുപക്ഷെ ഞാനത് നിങ്ങൾക്ക് ഓണാക്കി കാണിച്ചു തരും. പിന്നെ ഇപ്പോൾ ക്യാമറ കൊണ്ടുവന്നത് കണ്ടില്ലേ, ഇത് മുകളിലാണ്. മുകളിൽ നമ്മുടെ 3D കഴ്സർ എവിടെ ഇരിക്കുന്നു അവിടേക്കാണ് നമ്മളെ ക്യാമറ നമ്മൾ എന്ത് ഒബ്ജക്റ്റ് കൊണ്ടുവരുന്നത് ആദ്യം 3D കഴ്സർ എവിടെ ഇരിക്കുന്നത് അങ്ങോട്ടാണ് വരിക. ഓക്കെ, അപ്പോൾ 3D കഴ്സർ പ്ലേസ് ചെയ്ത സ്ഥലത്തേക്ക് നമുക്ക് ഒരു ഒബ്ജക്റ്റിനെ കൊണ്ടുവരാൻ പറ്റും എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഞാൻ ഇപ്പോൾ ക്യാമറ അവിടെ കിടക്കുന്നുണ്ട്, ക്യാമറ കണ്ട താഴെയാണ്. അപ്പോൾ നമുക്ക് വ്യൂ ഒന്നും ശരിയല്ല ക്യാമറയുടെ. അപ്പോൾ ഞാൻ ക്യാമറ വ്യൂയിലേക്ക് വന്നപ്പോൾ അത് അണ്ടർഗ്രൗണ്ടാണ് കാണുന്നത്. അപ്പോൾ നമ്മളത് ഷിഫ്റ്റ് എഫ് ക്ലിക്ക് ചെയ്തിട്ട് വീണ്ടും നമുക്ക് വേണ്ട ഒരു വ്യൂയിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. എനിക്കൊന്ന് ഇവിടുന്ന് അല്പം ഫാസ്റ്റിൽ മുന്നോട്ട് പോയല്ലേ നല്ലത്. ഇനിയും ധാരാളം സമയം കിടക്കുന്നുണ്ട് നമുക്ക് കാര്യങ്ങൾ പറയാൻ. അതല്ലെങ്കിൽ ഞാൻ ഇത്രയും ഈ ഒരു എപ്പിസോഡ് ആക്കിയിട്ട് അടുത്ത എപ്പിസോഡ് മറ്റൊരു ഭാഗം സംസാരിക്കാം. ഓക്കെ, എനിക്ക് തോന്നുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് കൂടുതൽ കൺഫ്യൂഷൻസ് ആണ് സൃഷ്ടിക്കുക. ഒന്നും കൂടി ക്ലിയർ ആക്കി സംസാരിക്കണമെങ്കിൽ മറ്റൊരു ചെറിയൊരു വീഡിയോ ഉണ്ടാക്കേണ്ടി വരും. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഷിഫ്റ്റ് എഫ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ എന്താ ഷോർട്ട് കട്ട് ഉണ്ടാക്കുന്ന ചേഞ്ച് ഷോർട്ട് കട്ട് എന്നുള്ള സംഭവം ചെയ്തിരിക്കണം. അപ്പോൾ നാവിഗേഷനിൽ വന്നാൽ നമുക്ക് ക്യാമറ വാക്കിംഗ് നാവിഗേഷനെ നമുക്ക് ഷോർട്ട് കട്ട് ഉണ്ടാക്കാൻ പറ്റും. അതാണ് ഇപ്പോൾ കഴിഞ്ഞ 4 സെക്കൻഡ് മുന്നേ കണ്ടത്. അപ്പോൾ ഞാൻ ഷിഫ്റ്റ് എഫ് തന്നെ ക്ലിക്ക് ചെയ്തിട്ട് ഇപ്പോൾ വീണ്ടും ക്യാമറ വ്യൂ ഇവിടെ മൂന്നാമത്തെ ക്യാമറ ഉണ്ട്. ആദ്യം 2 ക്യാമറ ഉണ്ടായിരുന്നു, മൂന്നാമത്തെ ക്യാമറ മാനിപ്പുലേറ്റ് ചെയ്യുന്നതാണ് നിങ്ങൾ കാണുന്നത്. ഓക്കെ, എനിക്ക് തോന്നുന്നു ഈ ഒരു വ്യൂ ഇത്രത്തോളം നമ്മൾ സംസാരിച്ചു. ഇനി എനിക്ക് തോന്നുന്നു 2 വീഡിയോസ് അല്ലെങ്കിൽ 2 എപ്പിസോഡോ അല്ലെങ്കിൽ ഒരു എപ്പിസോഡോ ഇടാനുള്ള സമയം ഇനിയുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ വ്യൂ വരെ നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ എന്ത് ചെയ്യാൻ പറ്റും, ഇത്രയും ഞാൻ ചെയ്ത രീതിയിൽ ഒരു ഒബ്ജക്റ്റിനെ കൊണ്ടുവരാം. അപ്പോൾ ഈ സമയത്ത് ഞാനത് മനസ്സിലാക്കുന്നുണ്ട് ഷോർട്ട് കട്ട് തെളിവല്ല. പിന്നെ ഇവിടെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, ക്യാമറയുടെ എന്താണ് ഒരു ആഡ് ഓൺ ആണിത്. അപ്പോൾ ആഡ് ഓൺ നിങ്ങൾക്ക് ആഡ് ഓൺ ഇല്ലെങ്കിൽ ആഡ് ഓൺ ഇല്ലാതെ എങ്ങനെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ടിൽറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞാൻ ഇപ്പോൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ക്യാമറ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ
ഐ മീൻ ഇങ്ങനത്തെ ആഡ് ഓൺ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ നിലവിലുണ്ടാവില്ല. അപ്പോൾ ആ ആഡ് ഓണൊക്കെ നമുക്ക് ഭാവിയിൽ ഷെയർ ചെയ്യാം. അതിന് മുന്നേ നിങ്ങൾ ബേസിക്കിൽ പഠിക്കണം. ഈ ആഡ് ഓൺ വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ബേസിക് അറിയില്ല. സോ ആഡ് ഓൺ ഒന്നും ഇപ്പോൾ നിങ്ങൾ നോക്കണ്ട. ആഡ് ഓൺ ഇല്ലാതെ എങ്ങനെ ബ്ലെൻഡറിലേക്ക് ഇമ്പോർട്ട് ചെയ്തിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. ആഡ് ഓണിൽ സംഭവിക്കുന്ന സെയിം കാര്യങ്ങൾ നമുക്ക് ബ്ലെൻഡർ ചെയ്യാൻ പറ്റും. പക്ഷേ ആഡ് ഓണിൻ്റെ ഗുണം എന്ന് വെച്ചാൽ പല കാര്യങ്ങളും നമുക്ക് ഈസി ആക്കി തരും. അതാണ് പല ആഡ് ഓൺസും നമുക്ക് ആവശ്യമായി വരുന്നത്. ടൈം നമുക്ക് ലാഭീകരിക്കാൻ പറ്റും. എല്ലാ ആഡ് ഓൺസും അങ്ങനെ നല്ല പറഞ്ഞത്, എന്നാൽ പോലും. അപ്പോൾ ഇപ്പം ഞാൻ കാണിച്ചു തന്ന ആഡ് ഓൺ ഇപ്പം ഞാൻ നെക്സ്റ്റ് ഒരു ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ആഡ് ഓൺ കാണിച്ചു തരാൻ വരികയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ആ ആഡ് ഓൺ നിങ്ങൾക്ക് പക്ഷേ അത് അവൈലബിൾ ആവാൻ കുറച്ച് ടാസ്ക്കാണ്. സോ ഞാൻ ഈ ഭാഗം സ്കിപ്പ് ചെയ്യാണ്. ഇത് എന്തായാലും നമുക്കൊരു ഗുണം ഉണ്ടായിട്ടില്ല ഇവിടെ. ഓക്കെ, ഞാൻ ബാക്കിലേക്ക് നമ്മളെ വ്യൂവിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ വീണ്ടും ക്യാമറയ്ക്ക് ഒന്ന് ടിൽറ്റ് ചെയ്യാണ്. അപ്പോൾ ഇങ്ങനെ മുകളിലേക്കും സൈഡിലേക്കൊക്കെ ഷിഫ്റ്റ് എഫ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് മൗസ് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്താൽ മതി. നമുക്കിതുപോലെ ചെയ്യാൻ പറ്റും. ഷിഫ്റ്റ് എഫ് എങ്ങനെയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നാവിഗേഷൻ വ്യൂവിൽ നാവിഗേഷനിൽ വന്ന വാക്കിൻ നാവിഗേഷൻ ഉണ്ട്, അതിലാണ് ഷിഫ്റ്റ് എഫ് നമ്മൾ അസൈൻ ചെയ്യുന്നത്. ഷോർട്ട് കട്ട് എങ്ങനെ അസൈൻ ചെയ്യുക എന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഞാൻ കാണിച്ചിട്ടുണ്ട്. നമുക്ക് വേണ്ട ഫംഗ്ഷൻ്റെ മുകളിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 2 ഓപ്ഷൻ വരും, 2-3 ഓപ്ഷൻ വരും. അതിൽ മെയിനായിട്ട് 2 ഒന്ന് ആഡ് ടു ക്വിക്ക് ഫേവറേറ്റ് എന്നാണ്, അതല്ലെങ്കിൽ അസൈൻ ഷോർട്ട് കട്ടാണ്. അപ്പോൾ നമ്മൾ അസൈൻ ഷോർട്ട് കട്ട് കൊടുത്താൽ മതി. പിന്നെ ഇവിടെ നമ്മൾ കാണിക്കുന്നത് നമ്മൾ ഇതിനെക്കുറിച്ച് എന്തോ സംസാരിക്കുകയാണ്, ക്യാമറയുടെ ട്രാൻസ്ഫോർമേഷനെ കുറിച്ച് സംസാരിക്കുകയാണ്. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ കസ്റ്റമൈഡ് ബ്ലെൻഡർ വ്യൂ പോർട്ടാണ്. അപ്പോൾ നമ്മുടെ ഓൾഡ് സെറ്റപ്പ് നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത് നിങ്ങളുടേതായ മെത്തേഡിലാണ്. നിങ്ങൾക്ക് നിങ്ങളെ കസ്റ്റം ചെയ്യാം. പക്ഷെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളൊരു സ്റ്റൈൽ പിടിക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നുകൂടി എളുപ്പത്തിൽ കാര്യങ്ങൾ സെയിം ഷോർട്ട് കട്ടൊക്കെ ആയിട്ട് മാറും. ഇപ്പോൾ ഷിഫ്റ്റ് എഫ് പഴയ ഷോർട്ട് കട്ടാണ്, അത് ഞാൻ വീണ്ടും കണ്ടിന്യൂ ചെയ്യാണ് ക്യാമറ മാനിപ്പുലേഷൻ്റെ. പിന്നെ ഇവിടെ ഞാനിപ്പോൾ ക്യാമറ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ ട്രാൻസ്ഫോർമേഷൻ ക്യാമറ നമുക്ക് മൂവ് ചെയ്യാനൊക്കെ ഇവിടെ കാണുന്ന പോലെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാനൊക്കെ സാധിക്കും. അപ്പോൾ അതിൽ നമ്മൾ ആ ഒരു എക്സ് ആക്സിസിൽ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ക്യാമറ ടിൽറ്റ് ആവുന്ന കണ്ടില്ല. ഇനി അതേ സംഭവം ക്യാമറയിൽ വന്നാലും നിങ്ങൾക്ക് കണ്ട റൈറ്റ് സൈഡിൽ ക്യാമറ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ക്യാമറ സെലക്ട് ആയിരിക്കണം, അപ്പോഴേ നമുക്ക് ഈ ഓപ്ഷൻസ് കിട്ടുള്ളൂ. അപ്പോൾ ഈ ആഡ് ഓണിൽ കാണുന്ന സെയിം ഫങ്ഷൻസ് ഈ റൈറ്റ് സൈഡിൽ ഇതാണ് ആഡ് ഓൺ. ഇതിൻ്റെ റൈറ്റ് സൈഡിൽ ഇവിടെ നിങ്ങൾക്ക് കിട്ടും, ഓൾറെഡി ഉണ്ട്. ഇപ്പോൾ ഫീൽഡ് ഓഫ് വ്യൂ അഡ്ജസ്റ്റ് ചെയ്യുന്നതാണെങ്കിലൊക്കെ ആഡ് ഓണിലുള്ളതാണ്, അതേപോലെ ഇവിടെയും ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്ക് ചില കേസിൽ നമുക്ക് ആഡ് ഓൺ യൂസ്ഫുൾ ആണ്, അതുകൊണ്ടാണ് നമ്മൾ ആഡ് ഓൺ യൂസ് ചെയ്യുന്നത്. പിന്നെ ബാച്ച് റെൻഡറൊക്കെ നമുക്ക് ആ ആഡ് ഓൺ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. അല്ലാതെ നമുക്ക് ബാച്ച് റെൻഡർ ചെയ്യാൻ പറ്റും ബ്ലെൻഡറിൽ. പക്ഷേ ഒന്നും കൂടി ഈസി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആഡ് ഓണിലാണ്. അല്ലെങ്കിൽ നമുക്ക് കുറച്ച് പണിയുണ്ട്. അപ്പോൾ അത് വേറൊരു മെത്തേഡാണ്. എന്തായാലും അതൊന്നും ഇല്ലാതെ ചെയ്യാനാണ് ഇപ്പോൾ നമ്മൾ ആഡ് ഓൺ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബാച്ച് റെൻഡറിങ് ഒക്കെ എന്തായാലും പിന്നീട് സംസാരിക്കാം. ഓക്കെ, പിന്നെ നമ്മളിപ്പോൾ വ്യൂ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വ്യൂ സെറ്റ് ചെയ്ത ശേഷം നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇനിയും ചെയ്യാണ്ട്, പ്ലാൻസും ഇതൊക്കെ വെക്കാനുണ്ട്. അപ്പോൾ ഞാൻ ബേസിക്കായിട്ട് ഒന്നുകൂടി പറയുകയാണ്, നമുക്ക് ആദ്യം ചെയ്യാനുള്ളത് നമ്മൾ ആഡ് ഓൺ ഇൻസ്റ്റാൾ ചെയ്യുക. സ്കെച്ചപ്പിലേക്ക് ആഡ് ഓൺ ഇൻസ്റ്റാൾ ചെയ്യുക. ഏത് ആഡ് ഓൺ? സ്കെച്ചപ്പ് ഇമ്പോർട്ടർ. ഓക്കെ, അത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഞാൻ വീഡിയോയിൽ ആദ്യം കാണിച്ച പോലെ അതൊക്കെ ചെയ്യുക. എന്നിട്ട് നമ്മൾ സ്കെച്ചപ്പ് ഫയൽ ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവരിക. എന്നിട്ട് നമ്മൾ ഒറിജിൻസ് നമുക്ക് ക്ലിയർ ആക്കണം. അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ എല്ലാ ഒബ്ജക്റ്റിനും സെലക്ട് ചെയ്തിട്ട്, അപ്പോൾ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോ ഇതിന് മുന്നേ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും ഒന്ന് നോക്കി വെക്കാണ്ട്, അതായത് മെഷസ് എല്ലാം ക്ലീൻ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ഒബ്ജക്ട്സ് ഒക്കെ ഡിലീറ്റ് ചെയ്ത് കളയുക. പിന്നെ ഇമ്പോർട്ട് ചെയ്ത് വരുമ്പോൾ നേരത്തെ സംസാരിച്ച പോലെ സ്കെയിൽ അപ്ലൈ ചെയ്യണം. അത് ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം, അതായത് ഇതൊക്കെ പല സ്കെയിലൊക്കെ എടുക്കുന്നുണ്ടാവുക. അത് എന്തിനാ സ്കെയിൽ അപ്ലൈ ചെയ്യണമെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഫങ്ഷൻ ചെയ്യുമ്പോൾ ആ സ്കെയിലിനനുസരിച്ചാണ് ആ ഫങ്ഷൻ നടക്കുക. നമ്മൾ റൊട്ടേറ്റ് ചെയ്യില്ലെങ്കിൽ മെയിനായിട്ട് സ്കെയിൽ ചെയ്യുമ്പോഴൊക്കെ തന്നെ സംഭവിക്കാറ്, നമ്മളൊന്ന് ഒരു 0.5 അടിച്ചു കഴിഞ്ഞാൽ ആ ഒബ്ജക്റ്റ് എന്ത് സ്കെയിലാണോ കിടക്കുന്നത് അതിൻ്റെ 0.5 പോവുക. നമ്മൾ ഉദ്ദേശിച്ച രീതിയിലേക്കാവില്ല അത് വർക്ക് ചെയ്യുക. സോ
അത് ഉണ്ടാവാതിരിക്കാൻ നമ്മൾ സ്കെയിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്യണം. സ്കെയിലും റൊട്ടേഷനൊക്കെ അപ്ലൈ ചെയ്യാണ്. ഞാൻ കഴിഞ്ഞ 2-3 വീഡിയോ മുന്നേ ഇതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്കത് കൂടുതൽ ഇവിടെയും പറയാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും, പക്ഷെ ഞാൻ എൻ്റെ വോയിസ് പറയുന്നത് കാര്യങ്ങൾ അതൊക്കെ തന്നെയാണ്. പിന്നെ ഇപ്പം നിങ്ങൾ കാണുന്നത് റെസൊല്യൂഷൻ മാറ്റുന്നതാണ്. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ ഈ ഓവറോൾ ഇത്രയും നേരം സംസാരിച്ചതിൽ ചില കാര്യങ്ങളൊക്കെ കൺഫ്യൂസ്ഡ് ആയിരിക്കും അല്ലേ? ഇത്രയും നിങ്ങൾക്ക് കൺഫ്യൂഷനും ടെൻഷനും ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്, ഇത്രയും പണി ഉണ്ടോ എന്നുള്ള രീതിയിൽ. ആക്ച്വലി ഇതൊന്നുമില്ല, വളരെ സിമ്പിളായിട്ട് ചെറിയൊരു ഫയൽ എനിക്ക് കാണിച്ചു തരാൻ പറ്റും. പക്ഷേ ഇപ്പോൾ ഞാൻ ചെയ്ത ഈ ഒരു റെക്കോർഡ് എന്തായാലും മനസ്സിലാവുന്നവർക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. തൽക്കാലം ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് ബാക്കി സംസാരിക്കാം. ഇപ്പോൾ നമ്മൾ 2 രീതിയിൽ വ്യൂ സെറ്റ് ചെയ്യണം. ഒന്ന് ലാൻഡ്സ്കേപ്പിലും ഒന്ന് എന്തെങ്കിലും പോർട്രേറ്റിലും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബാക്കി ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ സംസാരിക്കാം. അപ്പോൾ എന്തായാലും നല്ലൊരു ഔട്ട് നമുക്കിത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ എന്തായാലും നിങ്ങൾ കാണുക. ഇതിൻ്റെ പുറമെ ഞാൻ ഒന്നും കൂടി ബിഗിനർ ലെവലിൽ ചെറിയൊരു പ്രൊജക്റ്റായിട്ട് വരാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് മറ്റേ ഏറ്റവും ബേസിക് പ്ലാൻ ഇമ്പോർട്ട് ചെയ്തിട്ടുള്ളതും ഷെയർ ചെയ്യാനുണ്ട്. സോ ഈ വീഡിയോ ഇത്രയും കാണുക. പറ്റുകയാണെങ്കിൽ രണ്ടും കൂടി അടുത്ത എപ്പിസോഡും കൂടി അപ്ലോഡ് ചെയ്തിട്ട് രണ്ടും ഒരുമിച്ച് കണ്ടു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് കുറേ കാര്യങ്ങൾ കിട്ടും. ഇനി ഇത് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു എപ്പിസോഡ് കൂടി സ്കെച്ചപ്പ് ഇമ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ഒന്നിൽ കൂടുതൽ എപ്പിസോഡ് ഇടുന്നുണ്ട്. ഞാൻ ജസ്റ്റ് റെൻഡർ ചെയ്ത് നോക്കിയാണ്. ഇതിൽ റെൻഡർ ചെയ്തപ്പോൾ കാര്യമായിട്ടൊന്നുമില്ല, ജസ്റ്റ് ലൈറ്റ്. അപ്പോൾ അവിടെ നമ്മൾ ശരിക്കും റെൻഡർ ചെയ്ത് നോക്കാറ്, ടെസ്റ്റ് റെൻഡർ. അപ്പോൾ ഫുള്ള് ലൈറ്റാണ്, ആകെ ലൈറ്റാണ്. അപ്പോൾ എന്തായാലും ഇതൊക്കെ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളെ വ്യൂ സെറ്റാക്കുന്ന കാര്യങ്ങളാണ്. എനിവേ താങ്ക് യു. ഞാൻ നെക്സ്റ്റ് എപ്പിസോഡിൽ മറ്റുള്ള കാര്യങ്ങൾ സംസാരിക്കാമെന്ന് കരുതുന്നു. ഇപ്പോൾ അത്യാവശ്യം സമയം ഇപ്പോഴത്തന്നെ ആയി. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, അഭിപ്രായം അറിയിക്കുക. ഡൗട്ട് മാത്രമല്ല, മറ്റുള്ള അഭിപ്രായം അറിയിക്കുക. നിങ്ങൾക്ക് ഇത് എത്രത്തോളം എനിക്ക് അതിലൊരു ചെറിയൊരു ഇത് തോന്നുന്നുണ്ട്. നിങ്ങൾക്കത് കംപ്ലീറ്റ് ക്യാച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല എന്നുള്ളൊരു ചെറിയ സങ്കടമുണ്ട് എനിക്ക്. എനിവേ താങ്ക് യു. ഇപ്പോൾ ഇത്രയും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് താങ്ക് യു പറയുകയാണ്. ബാക്കി നമ്മൾ എന്തായാലും ഉടനെ തന്നെ ബാക്കി ഞാൻ ഈ വീഡിയോൻ്റെ കണ്ടിന്യൂഷൻ ഇടും. അത് കഴിഞ്ഞ് നമ്മൾ പുതിയൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. എന്തായാലും വീഡിയോസ് നമ്മൾ ഒരു വീക്കിലി ഒരു 3 വീഡിയോ ഒക്കെ ഞാൻ ഇടാൻ മാക്സിമം ശ്രമിക്കാം. ഓക്കെ, താങ്ക് യു ഗൈസ്.